നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്ത്യയിൽ നിന്ന് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുവികാരമോ മുറവിളിയൊക്കെയോ ഇന്ത്യ അതിശക്തമായി തന്നെ തിരിച്ചടിക്കണം എന്നുള്ളത് തന്നെയാണ്. പൊതുവെ ഇന്ത്യക്കാർ അത് ഏത് രീതിയിൽ വേണം എന്നതിലൊക്കെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും. സാധാരണഗതിയിലൊക്കെ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തിരിച്ചടികൾ ആയുധം കൊണ്ടുള്ള ആക്രമണങ്ങൾക്ക് അതേ രീതിയിൽ തന്നെ ആയുധം കൊണ്ട് തന്നെ മറുപടി നൽകുക എന്നുള്ളതാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ശക്തമായ രീതിയിൽ ഒരു തിരിച്ചടിക്കാണ് ഇന്ത്യ ഇന്നലെ നടപ്പാക്കിയിരിക്കുന്നത്. ഒരു പക്ഷേ ആയുധങ്ങളെക്കാളും ബോംബുകളെക്കാളും പ്രഹരശേഷിയുള്ള ഒരു നയതന്ത്ര തിരിച്ചടി കൂടിയാണ് ഇന്ത്യ എന്ന ഉത്തരവാദിത്തമുള്ള ഒരു രാജ്യം പാകിസ്ഥാനുമേൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 1960 മുതൽ നിലനിന്ന ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നദീജല കരാറുകളിൽ ഒന്നായ പാകിസ്ഥാൻ്റെ ജീവനാഡി എന്നൊക്കെ പറയുന്നത്, പട്ടാള മേധാവി പറഞ്ഞത് കശ്മീർ പാകിസ്ഥാൻ്റെ ജീവനാഡി എന്നാണ് പറഞ്ഞതെങ്കിൽ പാകിസ്ഥാൻ്റെ യഥാർത്ഥ ജീവനാഡി എന്ന് പറയുന്നത് അവിടെ ഒഴുകുന്ന സിന്ധു നദിയിലൂടെ അവിടെ എത്തുന്ന വെള്ളമാണ്. ആ ജലം കൊണ്ടാണ് പാകിസ്ഥാനിൽ കൃഷി നടക്കുന്നത്. അവരുടെ കുടിവെള്ളത്തിൻ്റെ പ്രധാനപ്പെട്ട സ്രോതസ് അതാണ്. പാകിസ്ഥാൻ്റെ ആകെ ഉപയോഗിക്കുന്ന പകുതിയിലേറെ ജലത്തിൻ്റെ സ്രോതസ്സും ഇന്ത്യയിലെ ഈ നദികളിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് എത്തുന്ന ജലമാണ്. സ്വാഭാവികമായും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒട്ടേറെ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ നീങ്ങിയപ്പോഴും ഈ നദീജല കരാറിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഇടപെടൽ നടത്താൻ രണ്ടു രാജ്യങ്ങളും തയ്യാറായിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇന്ത്യ അത്തരം ഒരു നയതന്ത്ര നീക്കത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ നാളെ വെള്ളം അടച്ചു കളയും എന്നൊന്നുമല്ല പറയുന്നത്. പക്ഷേ ഇനി നിങ്ങൾ ഈ തരത്തിൽ ഭീകരവാദവുമായി മുന്നോട്ട് പോയാൽ ഈ കരാർ ഞങ്ങൾ സസ്പെൻഡ് ചെയ്യുകയാണ്, ഈ കരാർ അനുസരിച്ചുള്ള വെള്ളം നിങ്ങൾക്ക് കിട്ടില്ല, അല്ലെങ്കിൽ ആ കാര്യത്തിലൊക്കെ മാറ്റമുണ്ടാകും, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം വെള്ളം കിട്ടുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഒഴുകുന്ന നദികളിൽ നിന്ന് സുലഭമായി ജലമെടുത്ത് കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു നാടിനോട് കൃത്യമായ ഒരു നയതന്ത്ര മറുപടി കൂടിയാണോ ഇന്ത്യ നൽകുന്നത്? ഈ സ്വാഭാവികമായും ആളുകൾക്ക് വൈകാര്യമായി പ്രതികരിക്കുന്നവർക്ക് ഇത് ചിലപ്പോൾ ഇങ്ങനല്ല ചെയ്യേണ്ടത്, അവർ തിരിച്ചടിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ തോന്നാം. ചിലർ അങ്ങനെയല്ല പറയുന്നത്. രാജ്യം ഒരു ഇന്ത്യ എന്ന നാട് എന്ന നിലയ്ക്ക് പാകിസ്ഥാന് കുറച്ച് ഭീകരരെ കൊല്ലുന്നതിനൊക്കെ അപ്പുറത്തേക്കുള്ള വലിയ തിരിച്ചടിയാണ്. ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള ഒരു സമ്മർദ്ദം തന്നെയാണ് ഇന്ത്യ ചെലുത്തുന്നത് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. വ്യത്യസ്തമാണ് ആളുകളുടെ അഭിപ്രായം. എന്തായാലും ന്യൂസ് 18 പൊതുവേദി ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ പങ്കുവെക്കാം. ശ്രീമതി ജയ, ഇന്നലെ ശ്രീമതി ജയ തന്നെ പറഞ്ഞാണ് പാകിസ്ഥാന് അതിശക്തമായ തിരിച്ചടി നൽകണം എന്നൊക്കെ. തിരിച്ചടി എന്ന് പറയുമ്പോൾ അത് പലതരത്തിൽ തിരിച്ചടിക്കാൻ കഴിയും. ആയുധം കൊണ്ട് തിരിച്ചടിക്കാൻ കഴിയും, മറ്റു പല രീതിയിലുമൊക്കെ. ഇന്ത്യ ഇന്നലെ ഇപ്പോൾ ചെയ്തത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി യോഗം ചേർന്നിട്ട് തീരുമാനിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം, മറ്റു പല തീരുമാനങ്ങളുമുണ്ട്, അതിർത്തിയിൽ അടക്കമുള്ള തീരുമാനമുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് സിന്ധു നദീജല കരാർ സസ്പെൻഡ് ചെയ്യുന്നു. പാകിസ്ഥാൻ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കാലത്തോളം ഈ കരാർ സസ്പെൻഡ് ചെയ്യുകയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ നദിയിലെ വെള്ളം ഉപയോഗിച്ച് ജീവിക്കുന്ന, കൃഷി ചെയ്ത് കഴിയുന്ന ഒരു നാടാണ്. അത് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് യഥാർത്ഥത്തിൽ ബോംബിനേക്കാളും വെടിയുണ്ടേക്കാളും ഒക്കെ പ്രഹരശേഷിയുള്ള ഒരു നയതന്ത്ര തിരിച്ചടിയാണോ ഇത്? നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട് കിരണ്. കിരൺ പറഞ്ഞത് ശരിയാണ്. നമ്മളൊരു യുദ്ധത്തിന് പോയി ഇവിടെ ഇപ്പൊ 29 പേര് മരിച്ചു, അതുപോലെ ഒരു 58 പേരെ അവിടെ കൊന്നിട്ട് ഒരു കഥയുമില്ല. അതിനേക്കാൾ പ്രഹരമാണ് ഈ നദീജല കരാർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അത് നല്ലത് തന്നെയാണ്. നമ്മളെപ്പോഴും സമാധാനം കാംക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് അത് നല്ല മറ്റു കരാറുകളൊക്കെ ഉണ്ട്, ബോർഡർ അടയ്ക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് രാവിലെ ഞാൻ ന്യൂസിൽ കേട്ടായിരുന്നു. ഉണ്ട്. വാഗ അട്ടാരി അതിർത്തിയൊക്കെ പൂർണ്ണമായും അടയ്ക്കാൻ, അട്ടാരി അതിർത്തി പൂർണ്ണമായും അടച്ചു കഴിഞ്ഞു. കർഷകരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് അട്ടാരി അതിർത്തി വഴിയാണ്. ആ അതിർത്തി പൂർണ്ണമായും അടച്ചു കഴിഞ്ഞു. അതിനേക്കാൾ പ്രഹരശേഷി ഉള്ളതാണ് നമ്മുടെ ഈ നദീജല കരാറ് സസ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ പോകുന്നതായിരിക്കും ഇന്ത്യക്ക് നല്ലത്. കാരണം ഇന്ത്യ പാകിസ്ഥാന്റെ കണക്ക് അത്ര ചെറിയ രാജ്യമല്ല. തന്നെയല്ല, നമ്മുടെ രാജ്യത്ത് 140 കോടി ജനങ്ങള് എല്ലാവരും സഹോദരന്മാരെ പോലെ കഴിയുന്നവരാണ്. അപ്പൊ അതിനകത്തൊരു വിള്ളൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് നല്ല ഒരു ശിക്ഷ കൊടുക്കണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, ശ്രീമതി ജയയുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. കുറെ പക്വതയുള്ള അഭിപ്രായം തന്നെയാണ്. ശ്രീ ബാലരാമപുരത്ത് നിന്നും ശ്രീ ശിവദാസനാണ്. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട്? ബോംബിനേക്കാൾ പ്രഹരശേഷി ഉണ്ടോ ഈ നദീജല കരാറിൽ മരവിപ്പിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ തീരുമാനത്തിന്? നമസ്കാരം. നമസ്കാരം. അനിയൻ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ലോകത്തിലെ ജഗദീശ്വരൻ എല്ലാ മനുഷ്യർക്ക് ജീവജാലങ്ങൾക്കും ഒരു വരം കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് എന്റെ അനിയന് അറിയാമോ? ഒരേ ഒരു വരം, വിശപ്പ്.
നമ്മൾ ഇന്നിങ്ങ കോടീശ്വരനായ ഞാനോ നിങ്ങളോ പാവപ്പെട്ട അധ്വാനിയായാലും ആരായാലും 4 സ്റ്റേഡിയം വെള്ളപ്പൊക്കം ഉണ്ടായി 5 ദിവസം 3 ദിവസം വരെ കഴിയും. അത് കഴിഞ്ഞാൽ 5 കിലോ സ്വർണ്ണവും 50 കോടി രൂപ ഉണ്ടായിരുന്ന കഴിക്കാൻ പറ്റുമോ? പറ്റൂല. അതിനുള്ള ഏക ശിക്ഷയാണ് കൊടുത്തിട്ടുള്ളത്. ആലോചിച്ച് കൊടുത്ത മറുപടിയാണ്. കാരണം ഞാൻ ഈ സ്ഥലത്ത് പോയി 14 ദിവസം ജോലി ചെയ്തവൻ കണ്ട ആളാണ് ഞാൻ കാശ്മീരിൽ. ഞാൻ ജോലി ചെയ്ത പാപം അവിടുത്തെ ജനങ്ങളെ നേരിട്ട് കണ്ട ആളാണ്. അവർക്ക് ഒരു വെള്ളം 50 രൂപയാണെങ്കിൽ അതിന് 50 പൈസ കൂടുതൽ വാങ്ങൂല അവര്. ഒരു ചപ്പാത്തിക്ക് തൊട്ടടുത്ത് കാശ്മീർ ഹോട്ടലിൽ പോയാൽ 3 രൂപ അവർ വാങ്ങുന്നത് 50 പൈസയാണ്. കിലോമീറ്ററോളം കഴുതേരെയും പുറത്ത് കൊണ്ടുവന്ന് കാത്തിരുന്ന് ഒരു ഈച്ചയോ ഒന്നുമില്ല സ്ഥലം, പ്രശസ്തമായ സ്ഥലത്ത് പാവങ്ങൾ പോയി ഇത്ര സന്തോഷം കാണാൻ വേണ്ടി പോയപ്പോൾ പച്ചയ്ക്ക് പിടിച്ച് ചോര ഒഴുക്കി വെള്ളം കൊടുക്കേണ്ട കാര്യം നമുക്കില്ല തന്നെയാ. അതിന്റെ ആവശ്യമില്ല. കാരണം ഏറ്റവും വലിയ ആലോചിച്ചെടുത്ത ജഗദീശ്വരന്മാരാ അള്ളാഹുവിന്റെയും ബ്രഹ്മാവിന്റെയും ശ്രീകൃഷ്ണന്റെ യേശുക്രിസ്തുവിന്റെ എല്ലാവരുടെയും ശക്തിയോടുകൂടി ആലോചിച്ച തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് രാജനാണ് കോഴിക്കോട് നിന്ന്. ശ്രീ രാജൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? എല്ലാ ആളുകളും തിരിച്ചടിക്കണമെന്ന് പറയുമ്പോൾ തിരിച്ചടി പല തരത്തിൽ കൊടുക്കാൻ കഴിയും ഒരു രാജ്യത്തിന്. ഇന്ത്യയെ പോലെ ഉത്തരവാദിത്തമുള്ള ഒരു രാജ്യം ആയുധത്തെക്കാളേറെ പ്രഹരശേഷിയുള്ള ഒരു തിരിച്ചടിയാണോ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്? വേറെ സമാധാന രാഷ്ട്രമാണ് ഇന്ത്യ. സമാധാനത്തെ ജീവിക്കുന്ന ഒരു രാജ്യത്ത് കുടിവെള്ളവും ഭക്ഷണവും പറഞ്ഞിട്ടുള്ള ഒന്നും പാടില്ല സാർ. ഈ പറയുന്ന ആയുധങ്ങൾ ഇവർക്ക് കൊടുക്കാതിരിക്കുക. ഈ ആയുധം ഇവർക്ക് കിട്ടുന്ന ഈ വൻകിട രാജ്യങ്ങളിൽ നിന്ന് ഇവർക്ക് വരുന്നതല്ല സാർ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ് ശ്രീ രാജൻ പറഞ്ഞത്. സ്വാഭാവികമായും അത്ര ഒരു മാനുഷിക വശം കൂടി ഇതിനിടയിലൊക്കെ ഉണ്ട്. പക്ഷേ എപ്പോഴും നമ്മളെപ്പോഴും അങ്ങനെ നാളെ അങ്ങ് വെള്ളം അടച്ചു കളയും അല്ലെങ്കിൽ അങ്ങോട്ട് വെള്ളം ഇതൊരു രാജ്യാന്തര തലത്തിലൊക്കെ ഉയർത്തുന്ന ഒരു വലിയ സമ്മർദ്ദമാണ്. പാകിസ്ഥാനെ ഈ തെറ്റായ പ്രവൃത്തിയിൽ നിന്ന് പിൻവലിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സമ്മർദ്ദം കൂടിയാണ്. അല്ലാതെ നാളെ പാകിസ്ഥാൻകാരെ മുഴുവൻ പട്ടിണിക്കിട്ട് കൊല്ലുക എന്നൊന്നുമല്ല ഇന്ത്യയുടെ നയം. നമുക്കും അറിയാം, ഇന്ത്യക്കുമൊക്കെ അതറിയാം. പക്ഷേ അവർ അങ്ങനെ ഭീകരവാദികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയും നമ്മുടെ എല്ലാ കാര്യങ്ങളും ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനെ നമ്മൾ അത് ചൂണ്ടിക്കാണിക്കുന്നു, അല്ലെങ്കിൽ അത് ആ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു എന്നതുകൂടി പറയേണ്ടി വരും. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്ന്. ശ്രീ മോഹൻദാസ്, താങ്കൾ എങ്ങനെയാണ് ഇന്ത്യയുടെ ഈ നീക്കത്തെ കാണുന്നത്? നമസ്കാരം കിരൺ. നമസ്കാരം. ഒരു കാര്യം ഞാനിപ്പോ ഇന്ന് പറഞ്ഞാൽ ഇതിന് പറയാൻ പറ്റില്ല, അത് വേറെ സന്ദർഭത്തിൽ പറയേണ്ടവരുണ്ടോ? ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. അതായത് നമ്മളുടെ പ്രോഗ്രാം പോലെ വേറൊരു ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ രാജൻ സഖാവ് എന്നല്ലേ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. പക്ഷേ ഇത് 24 കാരറ്റ് തുറന്നു, അത് കാക്കപ്പുന്നുമാണ്. പിന്നെ അവിടെ എല്ലാവരും തുടങ്ങട്ടെ, കുഴപ്പമില്ല. നമുക്ക് അതിനൊന്നും യാതൊരു പ്രശ്നം. നമ്മുടെ പ്രേക്ഷകർ എന്തായാലും നമുക്ക് തന്നെ ഉണ്ടാവും. കാലങ്ങളായി ഈ പൊതുവേദിയിൽ തന്നെ വരുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. നമ്മുടെ കിരണും അതുപോലെ തന്നെ മനു അവിടെ ഇല്ല. പിന്നെന്താപ്പോ? പിന്നെ അതുപോലെ തന്നെ ഒരു ദീപും ഇല്ല, തീപ്പൊരി. അതേപോലെ നമ്മുടെ വടകരക്കാരൻ ബാലകൃഷ്ണൻ ഇല്ല. അതൊക്കെ ഇതിലുണ്ട്, നിറഞ്ഞു നിൽക്കില്ലേ. പിന്നെന്താ? പോട്ടെ, അത് ഞാൻ വിട്ടു. ഇനി കാര്യമില്ല, ഞാൻ അതിനെപ്പറ്റി പറയാം. അവിടെ ഇന്നലെ കിരൺ പറഞ്ഞൊക്കെ വളരെ വാസ്തവമാണ്, ഞാൻ കേട്ടു വെക്കുക. അവിടെ അരാജകത്വത്തിന്റെ പടുകുഴി കിടക്കുകയാണ് പാകിസ്ഥാൻ. പിന്നെ ഒരു നിയന്ത്രണമില്ല എന്ന് പറഞ്ഞാൽ വളരെ വാസ്തവം തന്നെയാണ്. ആ വാളെടുത്തവരൊക്കെ വിളിച്ചപാടായിട്ട് അവിടെ നടക്കും. ഇവിടെ അതില്ലല്ലോ. ഇവിടെ ശക്തമായൊരു ഭരണകൂടമുണ്ട്, ശക്തമായൊരു ജനങ്ങളുണ്ട്, ഒറ്റക്കെട്ടായി നിൽക്കുന്നത് ജനങ്ങളുണ്ട്, 140 കോടി ജനങ്ങളുണ്ട്. പിന്നെ ഒരു യുദ്ധം എന്ന് പറയുന്നത് എടുത്തുചാടി ചെയ്യേണ്ടതില്ല എന്നൊന്നും മെന്നുന്നില്ല പറഞ്ഞത്. അതിന്റെ അഭിപ്രായം എനിക്കുണ്ട്. കാരണം എത്ര കാഷ്വാലിറ്റീസ് ഉണ്ടാവും, എത്ര ഇഞ്ചുറീസ് ഉണ്ടാവും, എത്ര ഡാമേജസ് ഉണ്ടാവും, അത് നോക്കേണ്ടതൊന്നും ചെയ്യില്ല. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജയകുമാർ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഒരു തിരിച്ചടി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ആളുകളെ കൊന്നാൽ അവരുടെ ആളുകളെയും കൊല്ലുക, അങ്ങനെയാണോ? അതോ ഈ തരത്തിലേക്ക് പാകിസ്ഥാനെ മറ്റ് നയതന്ത്രപരമായ ഒരു നീക്കം, അത്തരമൊരു ശക്തമായ ഒരു നീക്കം, അതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? നമസ്കാരം. നമസ്കാരം. ഈ നയതന്ത്ര തിരിച്ചടി കൊണ്ട് മാത്രം മതിയാവോ എന്നുള്ളതാണ് സംശയം. കാരണം ഇവരിത് നിത്യേന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ശ്രീനഗറിലെ കാശ്മീരിലോ ഒന്നും ഒരു കാലത്തും വിശ്വസിച്ച് ആർക്കും പോകാൻ പറ്റില്ല, ധൈര്യത്തോടുകൂടി പോകാൻ പറ്റില്ല. ഒരു എന്തെങ്കിലും പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പോലീസ് എന്ന് പറഞ്ഞത് ഓടിക്കറിക്കോ മാറിക്കോ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഇവർക്കൊരു അറ്റാക്ക് തന്നെ അപ്പൊ തന്നെ ഈ ചൂടാറുമ്പോ തന്നെ അപ്പൊ തന്നെ വല്ല സൈനിക കേന്ദ്രങ്ങളോ യവന്മാരുടെ ഭീകര കേന്ദ്രങ്ങളോ ഏതെങ്കിലും ഒരു അറ്റാക്ക് തന്നെയാണ് അത്യാവശ്യമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ സാറേ, എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത്, ഈ ഒരു അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നപ്പോഴത്തേക്ക് അവരുടെ മകൾ ഇന്ന് TV കൂടെ പറഞ്ഞു കേട്ടു, ഇവർ യൂണിഫോമിൽ അല്ലായിരുന്നു എന്നാണ് പറയുന്നത്. സാധാ ഡ്രസ് ആയിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. അവരെ തലയിൽ തോക്ക് ചൂണ്ടിയ ആള് സാധാരണ ഡ്രസ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഈ സോൾജേഴ്സിന്റെ ഡ്രസ്സൊന്നും അല്ലായിരുന്നു എന്നാണ് പറയുന്നത്.
അപ്പൊ ഇതൊന്നും ഇവിടെ നമ്മുടെ സംവിധാനത്തിന് ഇതൊന്നും കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നാണ് സാധിക്കുന്നില്ല ജയകുമാർ, ചില ഘട്ടത്തിലൊക്കെ ഇപ്പോൾ അവർ പലതരത്തിൽ ഭീകരർ എല്ലാ മാർഗ്ഗങ്ങളും ഉപയോഗിക്കുമല്ലോ. അവർ പട്ടാള യൂണിഫോം ഉപയോഗിക്കും, അല്ലാത്ത നാട്ടുകാരുടെ യൂണിഫോം ഉപയോഗിക്കും, അങ്ങനെ നാട്ടുകാരെ പോലെ പലതരത്തിലൊക്കെ വേഷം മാറിയൊക്കെ ആയിരിക്കും. നമ്മുടെ അത്തരം കാര്യങ്ങളൊക്കെ മറികടന്നാണല്ലോ അവർ വരുന്നത്. അപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ അവർ എവിടെയെങ്കിലുമൊക്കെ മൊത്തം നമ്മൾ ശക്തമായി നിന്നാലും അതിൻ്റെ പഴുതുകളൊക്കെ സ്വാഭാവികമായും ഇവരൊക്കെ കണ്ടെത്തി ചെയ്യുന്ന അത് പിന്നീട് മാത്രമേ കൃത്യമായി അവർ പട്ടാള യൂണിഫോമിലാണോ വന്നത്, ഇതൊക്കെ ആ വെടിവെക്ക് ജീവന് കൈപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മുന്നിൽ നിൽക്കുന്ന ആളുടെ വേഷത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അയാൾ ഏത് തോക്കാണ് ഉപയോഗിച്ചതിനെക്കുറിച്ചൊക്കെ ഓരോരുത്തർക്കും ആ മാനസികാവസ്ഥയിൽ നിന്ന് കാണുന്ന ആളുകളാണ് എന്നതുകൂടി ആലോചിക്കണം. അതിലൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. എനിക്കതിൽ നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ വിജയനാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ വിജയൻ, താങ്കൾക്ക് എന്താണ് ഈ ഇത്തരം ഒരു തിരിച്ചടിയെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്? നമസ്തേ സാറേ. നമസ്കാരമുണ്ട്. ഇന്ത്യയുടെ നയതന്ത്രം ഫലിക്കട്ടെ എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. അത് കൂടാതെ എനിക്ക് പറയാനുള്ളത്, പാകിസ്ഥാനോട് ഒരു ദയവും ഒരു സെന്റിമെന്റ്സും നമ്മൾ കാണിക്കുന്ന ഒരു കാര്യവുമില്ല. അവർക്ക് കൃഷിക്കായാലും കുടിക്കാനായാലും ജലത്തിന്റെ കാര്യമായാലും ഒരു കാരണവശാലും ഒരു സെന്റിമെന്റ്സും ഒരു സിമ്പതിയും അവർ ആവശ്യപ്പെടുന്നില്ല. അവർക്ക് അതിനുള്ള ഇതില്ല. ശ്രീ വിജയൻ, അത് പാകിസ്ഥാനിലെയും സാധാരണക്കാരായ ജനങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ്. അവരുടെ ജീവിതാവസ്ഥയൊക്കെ വന്ധ്യത്വം പരിതാപം. അവിടുത്തെ അധികാരികളാണ് എപ്പോഴും പട്ടാളവും അവിടുത്തെ അധികാരത്തിന്റെ പലപ്പോഴും ഈ യുദ്ധങ്ങളും ഇത്തരം കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് തന്നെ പാകിസ്ഥാനിലെ അരക്ഷിതാവസ്ഥ ഉണ്ടാകുമ്പോൾ അവിടുത്തെ ഭരണാധികാരികളുടെ ഏറ്റവും എളുപ്പമാർഗം ഇന്ത്യയിൽ എവിടെയെങ്കിലും കയറി ആക്രമിക്കുക എന്നൊക്കെ ഉള്ളതാണ്. തീവ്രവാദികളെ ഇത്രയും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യം വേറെ ഇല്ല. സാർ കണ്ടില്ലായിരുന്നോ ഈ നമ്മുടെ പഴയ ബർമ്മ, എന്താ അതിന്റെ പേര്, ഇപ്പൊ ഒരു ഭൂകമ്പം ആദ്യം ഓടിച്ചെന്ന രാജ്യം മ്യാൻമർ. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾ എങ്ങനെയാണ് ഇത്തരം ഒരു ഇന്ത്യയുടെ നീക്കത്തെ, ഈ ഒരു ഭാഗത്ത് ആളുകളെല്ലാം തിരിച്ചടിക്കണം അല്ലെങ്കിൽ നമ്മളെ കൊന്നെങ്കിൽ തിരിച്ചും അവരെ കൊല്ലണമെന്നൊക്കെ പറയുന്നു, അതിനേക്കാൾ ശക്തമായതാണോ യഥാർത്ഥത്തിൽ ഈ നദീജല കരാറിൽ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഇന്ത്യയുടെ ഒരു നീക്കം? അല്ല, തീരുമാനിക്കും, ഇന്ത്യക്കാരുടെ കഴിവുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് കിരൺ ബാബു, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. കാര്യം ഇത് പാകിസ്ഥാൻ മാത്രമല്ല, ഈ പാകിസ്ഥാനും ഈജിപ്ത്, സിറിയ, അഫ്ഗാനിസ്ഥാൻ ഇവരൊക്കെ ഒറ്റക്കെട്ടാണ്. ഞാൻ പറയട്ടെ, ഹിസ്ബുൾ മുജാഹിദീൻ, ജയ്ഷെ മുഹമ്മദ്, ഇതുപോലെ അൽ ഖ്വയ്ദ, ISIS പോലെ താലിബാൻ വരെ ഇവരൊക്കെ ഒരൊറ്റ ബാപ്പാന്റെ ഉമ്മാന്റെ മക്കളാണ്. ഇവരുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്. ഇത് നമ്മൾ ഒട്ടുമിക്ക സംഘടനകളെയും ശ്രീ ദാസൻ, ഈ ഒട്ടുമിക്ക സംഘടനകളെയും തുടക്കത്തിൽ ഊട്ടി വളർത്തിയത് ലോകത്തെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് എന്നും ആരോപണമുണ്ട്. അല്ല, ഇന്ത്യനെ സംബന്ധിച്ച് അമേരിക്കയാണ് പലപ്പോഴും പല രാജ്യങ്ങളെയും ഇത്തരം ഭീകര സംഘടനകളൊക്കെ എല്ലാ കാലത്തും തുടക്കത്തിലൊക്കെ അവസാനം അവർക്ക് തന്നെ തലവേദനയുമായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിലെ സമാധാനമാണ്. ഇപ്പൊ കുറെ പാകിസ്ഥാനിലെ പാവപ്പെട്ട ആൾക്കാരെ കൊന്നിട്ട് പറയാൻ കാര്യമൊന്നുമില്ല. നാട്ടിലെ സമാധാനം വേണം. ഇനിയെങ്കിലും ഇത്തരം പ്രശ്നം ഇന്നലെ ഇസ്രായേല് ഹമാസ് കാണിച്ച അതേ പണിയിലേക്ക് കാണട്ടെ. അപ്പൊ ഇസ്രായേല് ഗാസ തിരിച്ചെടുത്തപ്പോ 50,000 ആൾ മരിച്ചു. ദാസൻ, നമുക്ക് ഹമാസിന്റെ വിഷയത്തെ നമ്മുടെ വിഷയത്തെ ഒന്നും ഒരുമിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇവിടെ തീവ്രവാദികൾക്ക് യാതൊരുവിധ ന്യായമോ അല്ലെങ്കിൽ മറ്റോ യാതൊരു പറയാൻ ഒരു ന്യായവുമില്ലാത്ത ആളുകളാണ്. അല്ലെങ്കിൽ തീവ്രവാദം മാത്രമാണ് അവരുടെ മുന്നിലെയും പിന്നിലെയും എല്ലാം ആത്യന്തികമായ ലക്ഷ്യം, നശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനെ പൂർണ്ണമായും മറ്റേ വിഷയവുമായി നമുക്ക് പൂർണ്ണമായും യോജിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇന്ത്യ തീരുമാനിച്ചു നല്ല ഭരണാധികാരി ഇന്ത്യക്കുണ്ട്, നല്ല അന്തസ്സുള്ള നേതാവായ നരേന്ദ്രമോദി, അയാൾ ചെയ്യും കൃത്യമായിട്ട് കാര്യങ്ങളിലെ എന്റെ വിശ്വാസം. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി. ശരത് കൃഷ്ണയാണ്. ശ്രീ ശരത് കൃഷ്ണ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ ഇന്ത്യക്കാരെ കൊന്നു, പകരം പാകിസ്ഥാൻകാരെ കൊല്ലുന്നു, അല്ലെങ്കിൽ അത്തരം തിരിച്ചടി വേണം എന്നൊക്കെ പറയുന്നു, അതിന് പകരം അതിനേക്കാൾ ശക്തമായതോ അല്ലെങ്കിൽ ഒരുപക്ഷെ പാകിസ്ഥാനെ സമ്മർദ്ദത്തിൽ കൊണ്ട് എത്തിക്കുന്ന ഇന്ത്യയിൽ പറയുന്ന രീതിയിലേക്ക് ലോക രാജ്യങ്ങളുടെ മുന്നിൽ പോലും ഒറ്റപ്പെടുത്താനൊക്കെ കഴിയുന്ന ഒരു നീക്കത്തിലേക്കാണോ ഇന്ത്യ പോകുന്നത്? നമസ്കാരം. ഇതിനകത്ത് പറയാനുള്ളത്, തിരിച്ചടി എന്തായാലും നിർബന്ധമാണ്, തിരിച്ചടിച്ചിരിക്കണം. അതിലെനിക്ക് നമ്മുടെ സൈന്യത്തിന് പൂർണ്ണമായിട്ട് എനിക്ക് വിശ്വാസമാണ്. പക്ഷെ അവിടെയും നമുക്കൊരു മൈനസായി നിൽക്കുന്നത്, നേരത്തെ മുന്നുള്ള പ്രേക്ഷകൻ പറഞ്ഞ പോലെ, സാർ പറഞ്ഞ പോലെ, അവിടെയും പാവപ്പെട്ട മനുഷ്യരും പിന്നെ മനുഷ്യന്മാരുണ്ട്. അതാണ് ഇപ്പൊ നമുക്കൊരു വിഷമം. പാവപ്പെട്ടവര് മരിച്ചു വീഴുമ്പോ അവരൊന്നും അറിയാത്ത ആളുകളാണ്, അല്ലെ? ഈ സർക്കാരും അവിടുത്തെ സർക്കാരും ഈ ലഷ്കർ തോയ്ബ പോലുള്ള തീവ്രവാദ സംഘടനകൾ കാണിച്ചു കൂട്ടുന്നതിന് അവരും കൂടി എരിഞ്ഞു പോവാണ് ഇതിനകത്ത്. അപ്പൊ അത് വല്ലാത്തൊരു വിഷമമുള്ള ഒരു കാര്യമാണ്. എന്തായാലും ഇപ്പൊ എടുത്തിരിക്കുന്ന ഓരോ തീരുമാനങ്ങളും
കേന്ദ്ര സർക്കാർ വളരെ വിലപ്പെട്ടായിട്ടുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. എന്തായാലും തിരിച്ചടിക്കണമെന്നാണ്. അതിന് നമ്മുടെ സൈനികര് പ്രൗഡ് ഓഫ് ആണ്. കാരണം 140 കോടി ജനങ്ങളുടെ ആശീർവാദം അവർക്കുണ്ട്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്തൊന്നും. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, ഇന്ത്യ നടത്തിയ ഒരു അസാധാരണമായ നീക്കം, ആരും അങ്ങനെ പ്രതീക്ഷിച്ചൊരു നീക്കമല്ല. സിന്ധു നദീജല കരാർ സസ്പെൻഡ് ചെയ്യുന്നു, പാകിസ്ഥാൻ എന്നുവരെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, അതുവരെ സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നലെ പ്രഖ്യാപിച്ചത്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? നമസ്കാരം കിരൺ. നമസ്കാരം. ഇതെന്ന് പറയുമ്പോഴേ ഈ ഭീകരവാദികളെ വാർത്തെടുക്കുകയാണ്. ഇപ്പൊ ചൈനയൊക്കെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. നമ്മളിപ്പോ കുറെ നിരപരാധികളെ കൊന്നെന്ന് വിചാരിച്ച കാര്യമില്ല. അത് പറഞ്ഞ ഇപ്പൊ നദീജല കരാറ് അത് ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും കിട്ടുന്നത്. അതാണ് നല്ലത്. കുറെ നിരപരാധികളെ കൊല്ലുകയല്ല ചെയ്യേണ്ടത്. കാരണം നമ്മളായിരുന്നാലും ആ രീതിയിലേ ആകത്തുള്ളൂ. നിരപരാധികളായി നമ്മള്. അപ്പം ചൈന ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതാ ഈ പാകിസ്ഥാന്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ബാലരാമപുരത്ത് ക്ഷമിക്കണം. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? സാർ നമസ്കാരം, ഞാൻ വടകരയിൽ നിന്നുണ്ട്. ബാലരാമപുരം തെറ്റി. ഞാൻ ആദ്യം അങ്ങനെ വടകരയിൽ തന്നെ പറഞ്ഞപ്പോൾ നമ്മുടെ PCR അവർ കേട്ടതിന്റെ ചെറിയ പ്രശ്നമായിരിക്കും. പറഞ്ഞോളൂ ശ്രീ ബാലകൃഷ്ണൻ. സാർ, പക്ഷെ നമ്മള് ഇതിലൊന്നും ഒരു വ്യാകുലപ്പെടേണ്ട കാര്യമില്ല സാർ. ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഒരു പവറുള്ള സർക്കാരാണ്. അത് മാത്രം നമ്മൾ മനസ്സിലാക്കേണ്ടു. ഒരു നിരപരാധിയുടെയും ചോര വീഴ്ത്താതെ തന്നെ പാകിസ്ഥാനെ കൊണ്ട് ഇതിന് സമാധാനം പറയിപ്പിക്കാൻ അറിയാവുന്ന തന്ത്രശാലികളും അതിന് തക്കത ഭൂരിപക്ഷമുള്ള ഒരു സർക്കാരാണ്. അല്ലാതെ അപ്പുറം കരുണാനിധിനെ വിളിച്ച് ഇപ്പുറം മുലായം സിംഗിനെ വിളിച്ച് അങ്ങനെയൊന്നും തീരുമാനം എടുക്കുന്ന ഒരു സർക്കാരല്ല. ശ്രീ ബാലകൃഷ്ണൻ, ഇതിനു മുമ്പുണ്ടായിരുന്ന സർക്കാരുകളും ഒക്കെ ഇതിനേക്കാളും വലിയ പ്രതിസന്ധികളെ നേരിട്ടിട്ടുള്ളവരാണ്. അങ്ങനെ ഇന്ത്യയിലെ ഇന്ന സർക്കാരായതുകൊണ്ടില്ല. മറ്റുള്ളവരുടെ താല്പര്യം, അതായത് പ്രാദേശിക പാർട്ടികളുടെ താല്പര്യങ്ങൾ ഒരിക്കലും ഉണ്ടായി. ഇതിലും വലിയ യുദ്ധമുണ്ടായപ്പോൾ അതിനെ അന്തസ്സായി നേരിട്ടവരല്ലേ ഇന്ത്യയുടെ മുൻ സർക്കാരുകൾ. ഇന്ത്യയുടെ ഏത് ഭരണകൂടം, അതിൽ BJP ആയാലും കോൺഗ്രസ് ആയാലും ജനതാദളായാലും അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. അവരെല്ലാവരും ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അന്തസ്സായി നിന്ന് നേരിട്ടവർ തന്നെയാണ്. അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ ആരും കുറച്ച് ഇതിലൊരു രാഷ്ട്രീയം കാണുന്നത്. അതിനേക്കാൾ ഒന്നുകൂടി മെജോറിറ്റിയിൽ ശ്രീ ബാലകൃഷ്ണൻ, താങ്കളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കുഴപ്പം ഇതാണ്. താങ്കൾ എല്ലാത്തിലും രാഷ്ട്രീയം കാണും. മറ്റുള്ള മനുഷ്യരൊന്നും ഇതിൽ ആരും രാഷ്ട്രീയം ഇതുവരെ പറഞ്ഞ CPM-കാരും കോൺഗ്രസ്സുകാരും ഒക്കെ വിളിച്ചില്ല. അവരാരും ഇതിൽ രാഷ്ട്രീയം കണ്ടില്ലല്ലോ. ഇത് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇന്ത്യന്റെ ഭീകരവാദിയെ ചെയ്തതെങ്കിൽ മതേതരം എന്ന് പറഞ്ഞ് സാറിന്റെ ഇവിടുത്തെ ചാനലുകൾ മുഴുവൻ ഒഴുകുമല്ലോ. എവിടെയാ സാർ മതേതരത്വം? ഇന്ത്യയിൽ മതേതരത്വം ഉള്ളത് കൊണ്ടാണ് ഇന്ത്യക്കാർ ഒരുമിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിലെ ഭീകരർ വന്നിട്ട് മതം നോക്കി ആളെ കൊല്ലുന്നതിന് വേണ്ടിയാണ്. ഇവിടെ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയല്ലേ ചെയ്യുന്നവരെ മതേതരത്തിൽ കൂട്ടാനാ സാർ പറയുന്നത്? അങ്ങനെയാണോ സാർ പറയുന്നത്? സാർ ഉദ്ദേശിക്കുന്നത് അതാണോ? ഇന്ത്യയിൽ നടപ്പില്ല സാർ. ഇനി ഏത് നടപ്പില്ലെന്നാ? ആ കാലം കഴിഞ്ഞു സാർ. താങ്കൾ പറഞ്ഞെന്താണെന്ന് മനസ്സിലായില്ല ശ്രീ ബാലകൃഷ്ണൻ. കാലം ഇന്ത്യയിൽ കഴിഞ്ഞു. അത് നമ്മുടെ കൊച്ചു കേരളത്തിൽ വരെ ഉണ്ടായിട്ടുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ പറഞ്ഞെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇച്ഛാശക്തിയുള്ള സർക്കാരാണ് ഇവിടെ ഉള്ളത്. അത് പറയുമ്പോൾ എന്താ രാഷ്ട്രീയം തന്നെയാണ് പറയുന്നത്. രാഷ്ട്രീയ ഇച്ഛാശക്തി. ശ്രീ ബാലകൃഷ്ണൻ, ഇന്ത്യ ഭരിച്ച പാകിസ്ഥാനുമായി പ്രശ്നമുണ്ടായ യുദ്ധമുണ്ടായ കാലത്തൊക്കെ ഇന്ത്യ ഭരിച്ച എല്ലാ സർക്കാരുകൾക്കും ഇതേ ഇച്ഛാശക്തി ഉണ്ടായിരുന്നു. അവരെല്ലാവരും അതിശക്തമായി തന്നെയാണ് ഈ രാജ്യത്തെ സംരക്ഷിച്ചത്. അതുകൊണ്ട് ഈ ഭീകരവാദികൾക്ക് മുമ്പിലൊന്നും മുട്ടുമടക്കൂല. ബാളെടുത്തവളെല്ലാം വെളിച്ചപ്പാടായാലും മുട്ടുമടക്കരുത് എന്നുള്ളത് തന്നെയാണ് എന്റെ ഇന്ത്യക്കാരുടെ അഭിപ്രായം. രാജ്യം ഭരിക്കുന്നത്. അല്ലാതെ ഞാൻ രാഷ്ട്രീയം പറഞ്ഞാൽ എന്താ സാർ? ഇത് മറ്റൊരു സംഭവത്തിലാണ് ഉണ്ടായതെങ്കിൽ താങ്കൾ അതിനിടയിൽ DMK-യുടെ കാര്യവും കരുണാനിധിയുടെ കാര്യവും പറയേണ്ട കാര്യമില്ലല്ലോ. ഭീകരവാദികൾ മതേതരവാദികളാ? ആര് പറഞ്ഞു അങ്ങനെ? ഒരു ഭീകരവാദിയും ഇന്ത്യയിൽ കടന്ന് ഭീകരവാദ പ്രവർത്തനം നടത്താതിരിക്കാൻ വേണ്ടിയാണ് ഇന്ത്യക്കാർ ഓരോരുത്തരും ശ്രമിക്കുന്നത്. ഒളിഞ്ഞും തെളിഞ്ഞും കേരളത്തിലെ ചാനലുകൾ പല പ്രാവശ്യം സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആർക്ക്? ഇല്ല സാറിന് പറയാനാവോ? എനിക്ക് പറയാനാവും, ഉറപ്പിച്ച് പറയാനാവും. പ്രതിപക്ഷം പറയുന്നത് കൊണ്ടാണ്. കാരണം ഞാൻ ചോദിക്കട്ടെ, പേര് ചോദിച്ച് ഉന്മൂലനം ചെയ്യുന്നത് മതേതരത്വമാണോ? ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾ കേൾക്കൂ. താങ്കൾ പേര് ചോദിച്ച് എന്തിനു വേണ്ടിയാണ് ഒരു തീവ്രവാദി ഉന്മൂലനം ചെയ്യുന്നത്? ഇന്ത്യയിലെ മുസ്ലിമിനെയും ഇന്ത്യയിലെ ഹിന്ദുവിനെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയാണ്. അവരെ പോലെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. എന്റെ നിഗമനമല്ല, അത് ബോധമുള്ള എല്ലാവരുടെയും നിഗമനം അത് തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. ഇന്ത്യയിലെ സാറിന്റെ ചാനലിന്റെ നിഗമനം അത്. എല്ലാവരുടെയും നിഗമനം, ബോധമുള്ള എല്ലാ മനുഷ്യരുടെയും നിഗമനം അത് തന്നെയാണ്. അങ്ങനെ ചരിത്രം കേരളത്തിലുണ്ട്. കൊച്ചു കേരളത്തിലുണ്ടായിരുന്നു 1921. അതൊന്നും 21-ലെ ചരിത്രമൊന്നും ബാലകൃഷ്ണൻ പറയണ്ട. അത്തരം കാര്യങ്ങളൊക്കെ ബാലകൃഷ്ണന്റെ മനസ്സിൽ എപ്പോഴും ബാലകൃഷ്ണ സ്ഥിരമായ രീതിയാണ്. താങ്കൾക്ക് എന്ത് വന്നാലും അതിൽ രാഷ്ട്രീയം കുത്തി കയറ്റിയില്ലെങ്കിൽ താങ്കൾക്ക് തീരെ പറ്റില്ല. ഇന്ത്യക്കാർ മുഴുവൻ ഒന്നിച്ചു നിൽക്കുന്ന സമയമാണിത്. ശരി ബാലകൃഷ്ണൻ, താങ്കളുടെ രാഷ്ട്രീയമായി മുന്നോട്ട് പോയിക്കോളൂ.
ശ്രീ അച്യുതനാണ് കോഴിക്കോട് നിന്നും. ശ്രീ അച്യുതൻ, ഇന്ത്യ അതിശക്തമായ രീതിയിൽ ഒരു നയതന്ത്ര തിരിച്ചടി കൂടിയാണ് നൽകിയിരിക്കുന്നത് ഈ നദീജല കരാർ സസ്പെൻഡ് ചെയ്യുക വഴി. താങ്കൾക്ക് ആ അഭിപ്രായത്തോട് എന്താണ് പറയാനുള്ളത്? അനഘയാണ് മാവേലിക്കരയിൽ നിന്നും. ശ്രീ അനഘ പറയൂ. ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. സ്റ്റെപ്പ് 1 ആയിട്ട് കണ്ടാൽ മതി. ഇന്ന് പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിന് ആരൊക്കെ ഉണ്ടോ അതിന്റെ റൂട്ട് കോസ് മൊത്തത്തിൽ പിഴുതെറിയുന്നവർ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ട്, അതിശക്തമായ രീതിയിൽ തിരിച്ചടി നൽകുന്നത് ഇന്നലെ പ്രതിരോധ മന്ത്രി പറഞ്ഞു, ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കാണുന്നതിലും കുറച്ച് ലോക്കൽസ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഒരു ലോക്കൽ സപ്പോർട്ട് ഇല്ലാതെ ഇത്രയും വലിയ ഇതൊന്നും അവിടെ സംഭവിക്കത്തൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇതിന് സഹായിച്ചത് ആരാണോ അവരെയും കണ്ടെത്തണം. കാരണം നമ്മുടെ കൂടെ നിന്ന് നമുക്ക് പണിയേരുന്നവരെ നമ്മൾ തിരിച്ചറിയണം. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമുക്ക് പുറമേ ഉള്ള ഒരാളെ നമുക്ക് ഫൈറ്റ് ബാക്ക് ചെയ്യാൻ പറ്റും, അകത്തുള്ളവരെ നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഇന്നത്തെ പ്രൈം മിനിസ്റ്ററിന്റെ സ്റ്റേറ്റ്മെന്റ് അതിലൂടെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ആരാണോ കാരണക്കാർ അവരെ തിരിഞ്ഞു പിടിക്കും, സഹായിച്ചത് ആരാണോ അവരെയും കണ്ടു. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ അനഘ വേണ്ടത്. എല്ലാ കാര്യത്തിലും നമ്മുടെ രാജ്യത്തിന് ആക്രമണം ഉണ്ടാവാതെ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ രാജ്യത്ത് ഇപ്പൊ ഒരാളുടെ മതം ചോദിച്ച് കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒരാളുടെ മതം ചോദിച്ചു അവർ മനഃപൂർവ്വം ചെയ്യുന്നതാണ് ശ്രീ അനഘ. അവർ ഇന്ത്യയിൽ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കണം. ഇത് യഥാർത്ഥത്തിൽ കശ്മീരിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടതെങ്കിൽ കശ്മീരിലെ ജനതയ്ക്ക് അവരുടെ ജീവിതമാണ് നഷ്ടപ്പെട്ടത്. അവര് എത്രയോ കാലമായി അവിടെ ഏറ്റവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉയർന്നത് കശ്മീരിലാണ്. കശ്മീരിലെ ജനങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് പാകിസ്ഥാനെതിരെ. ഒരു പട്ടാളക്കാരന്റെ മോളാണ്. എന്റെ അച്ഛൻ അവിടെ കശ്മീരിലും അല്ലെങ്കിൽ എന്റെ മാമനും ഒക്കെ കശ്മീരി ജോലി ഏറ്റത് ആൾക്കാരാണ്. കശ്മീരികളുടെ ഒരു നല്ല സൈഡും ഡാർക്ക് സൈഡും ഉണ്ട്. ഇതെല്ലാം സ്റ്റോറീസും അതൊക്കെ എല്ലാ സ്ഥലത്തും ഇല്ലേ കൊച്ചിലെ കേട്ടിട്ടുള്ള ഒരു വ്യക്തിയും കൂടാണ് ഞാൻ. ഓക്കെ, അപ്പൊ കശ്മീരീസിന്റെ നല്ലൊരു സൈഡ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ നമുക്ക് ഫുള്ളി ഇവരെ വെള്ളം പൂശാൻ പറ്റത്തില്ല. ശരി, ഓക്കെ അനഘ, എല്ലാ കാലത്തും എല്ലായിടത്തും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണും. അതുകൊണ്ട് ഒരു നാട് മോശമാണെന്നോ നല്ലതാണെന്നോ ഒന്നും തീരുമാനിക്കാൻ കഴിയില്ല. എല്ലായിടത്തും ഏത് രാജ്യത്തായാലും ഭീകരപ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ അതാത് രാജ്യങ്ങളിൽ നിന്ന് അത്തരത്തിലേക്കുള്ള സപ്പോർട്ട് പലതരത്തിലൊക്കെ ഉണ്ടാവാറൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി ഇപ്പോൾ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ഹലോ, നമസ്കാരമുണ്ട് ശ്രീ ദിവാകരൻ, പറഞ്ഞോളൂ. സാറേ, പിന്നെ അതായത് കരസേന, നാവികസേന, വ്യോമസേനയിലല്ലോ പിന്നെ ഹിന്ദു മുസ്ലിം മുസ്ലിംസും പിന്നെ ക്രിസ്ത്യാനി ഹിന്ദു എല്ലാം ഉണ്ട്. അപ്പൊ രാജ്യത്തിന് സംരക്ഷിക്കുന്നില്ല. എന്നിട്ടൊരു ഇപ്പം പറയുന്ന ഇതിനു മുമ്പിൽ പറഞ്ഞ കോളർ എന്തെല്ലാം നിങ്ങളെ കുലിച്ചിരുന്നു. ഇങ്ങനെയുണ്ട് ഒരു വാക്ക്. നമ്മള് എല്ലാ നദികളും കടലിൽ പോകുന്നു. ഇപ്പം കൊറോണ വന്നിട്ട് കുറെ ചത്തൊടുങ്ങി. ഇനിയുള്ള ആൾ തന്നെ ജീവിക്കണം നല്ല നിലയിൽ. അപ്പോ ഈ ഭ്രാന്ത് പിടിച്ചിട്ട് ഇങ്ങനെ പിന്നെ തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യേണ്ട രീതിയിൽ കൗൺസിലിംഗ് ചെയ്ത് നല്ല രീതിയിലാക്കണം. ആഭ്യന്തരമന്ത്രി അതിന് കണക്കായിട്ട് ഇന്ത്യ ഗവൺമെന്റും പിന്നെ പാകിസ്ഥാൻ ഗവൺമെന്റും നല്ല ചെയ്ത് ഓർക്കും നല്ല, ഇന്ത്യക്കും നല്ല, എല്ലാവർക്കും നല്ല. ശരി, ശ്രീ രാജനാണ് കൊല്ലത്തുനിന്ന്. ശ്രീ രാജൻ, താങ്കൾക്ക് പറയാം. ഈ ഒരു ആക്രമണത്തെ സംബന്ധിച്ച് ഇന്ത്യക്കാർക്കെല്ലാം വളരെ വേദന ഉണ്ടാക്കിയൊരു സംഭവമാണ്. പാകിസ്ഥാന് തക്കതായ തിരിച്ചടി നൽകണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. പിന്നെ ഈ ഒരു നദീജല കരാറുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ സിന്ധു നദി എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഒരു ജീവനാഡിയാണ്. അത് പക്ഷെ ഇന്ത്യയിലേക്ക് മറ്റൊരു രാജ്യത്ത് നിന്നാണ് ഒഴുകി വരുന്നത്. ഒരു ചൈനയിൽ നിന്ന് ഒഴുകി ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലോട്ട് പോവുക. അപ്പോൾ ചൈന എപ്പോഴും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമായതുകൊണ്ട് ഇന്ത്യ ഇങ്ങനെ ഒരു നിലപാടെടുക്കും, ചൈന എന്ത് നിലപാടെടുക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയാം. രാജൻ, നദികള് അവിടെ നിന്ന് മാത്രമല്ല ഇന്ത്യയുടെ ഉത്ഭവം അല്ല, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മഹാനദികൾ 3 മഹാനദികൾ ഉണ്ടെങ്കിലും അതിൽ 2 മഹാനദികളും ഇന്ത്യയിലേക്ക് വരുന്നത് ചൈനയിൽ നിന്നാണ്. അതെ, ഇപ്പം ചൈന തന്നെ ഈ അടുത്ത ഉടനെ തന്നെ നമ്മുടെ ബ്രഹ്മപുത്രയിൽ ഒരു വലിയ വൻകിട ഡാം നിർമ്മാണത്തിന് ശ്രമിച്ചിട്ടുണ്ട്. അതിലത് അന്താരാഷ്ട്ര കരാറിന് വിരുദ്ധമാണ്. ശ്രീ രാജൻ, അത് എല്ലാ നദികളും പ്രധാനപ്പെട്ട നദികളൊക്കെ പ്രത്യേകിച്ച് ഇന്ത്യ വലിയ രാജ്യമായതുകൊണ്ട് കുറെ നദികൾ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടായി ഇവിടെ തന്നെ ഒഴുകുന്നുണ്ട്. പക്ഷേ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെ വലിയ നദികളൊക്കെ 5, 10, 15, 20 ഒക്കെ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദികളാണ്. നാളെ അങ്ങനെ നമ്മൾ അടച്ചു കളയും എന്നൊന്നും അല്ല ഇത് പറയുന്നത്. നാളെ ഈ കരാർ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നാളെ മുതൽ പാകിസ്ഥാനിലേക്കുള്ള വെള്ളം നമ്മൾ അങ്ങനെ പെട്ടെന്ന് അടയ്ക്കാനൊന്നും കഴിയില്ല. പക്ഷെ ഇത് ഒരു നയതന്ത്ര നീക്കമാണ്. പാകിസ്ഥാനെ ശക്തമായി അവരെ ഇരുത്തി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു നയതന്ത്ര നീക്കമാണ്. അല്ലാതെ നാളെ നമ്മൾ പറയുന്ന പോലെ വെള്ളം അടച്ചു നിർത്തി നാളെ അണക്കെട്ട് കെട്ടി വെള്ളം വിടില്ല, അങ്ങനെയല്ലല്ലോ.
പാകിസ്ഥാന് തക്കതായ മറുപടി കൊടുക്കണം. അതെ, അത് തന്നെയാണ്. അത് അത്തരം നീക്കം രണ്ടാമത്തെ തന്നെയാണ്. വെച്ചാൽ ഇപ്പൊ നേരത്തെ ആരോ മുസ്ലിങ്ങളുടെ പേര് ചോദിച്ച് പിന്നെ കൊന്നുവന്നു. പക്ഷെ ഇന്ന് ഞാൻ വാട്സപ്പിൽ കണ്ട് അവിടെ 26 പേര് മരിച്ചതിൽ 15ഓളം പേര് മുസ്ലിങ്ങളാണെന്ന് ഞാൻ വാട്സപ്പിൽ കണ്ടു. സത്യമാണോ എന്ന് അല്ല, എനിക്കറിയില്ല. അതിനകത്ത് അവിടെ മരിച്ചതിൽ മുസ്ലിമും ഉണ്ട്. അവിടുത്തെ ഒരു കുതിരക്കാരനായ ഒരു 28കാരൻ ആബിദ് ഹുസൈൻ എന്ന് പറയുന്ന ആളാണ് ഈ ബാക്കി എല്ലാവരും പകച്ചു നിൽക്കുന്ന സമയത്ത് ഈ തീവ്രവാദികളുമായി ഏറ്റുമുട്ടാൻ തയ്യാറായത്. ആബിദ് ഹുസൈൻ ഒരു തീവ്രവാദിയുടെ തോക്ക് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വെടിയേറ്റ് മരിച്ചത്. ഞാൻ 14-15ഓളം പേരുടെ പേര് അതിനകത്ത് കണ്ട്. അല്ല, അത് എന്നെ കുറിച്ച് ആധികാരികത്തെ കുറിച്ച് പരിശോധിക്കേണ്ടതുണ്ട് ശ്രീ രാജൻ. നമുക്ക് മറ്റ് പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. പ്രദീപാണ് ന്യൂയോർക്കിൽ നിന്നും. ശ്രീ പ്രദീപ്, ആയുധത്തെക്കാൾ ശക്തമേറിയതാണോ ഈ നദീജല കരാറിനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഇന്ത്യയുടെ നീക്കം? നമസ്കാരം കിരൺ. നമസ്കാരം കിരൺ, ഇത് പാകിസ്ഥാൻ എന്ന തീവ്രവാദ രാജ്യത്തിന്റെ അടിവേരിളക്കുന്ന ഒരു നയമാണ് ഇന്ത്യൻ സർക്കാർ എടുത്തത്. ഇത് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ അവരെ തൊലച്ചു കളയാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു നയം എടുക്കുമ്പോൾ വെള്ളം കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണെങ്കിൽ, പേടിപ്പിക്കാനാണെങ്കിൽ നമ്മൾ അങ്ങനെ വേറെ എടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്ത്യ ഗവൺമെന്റ് ഈ ഒരു വിഷയത്തിൽ എടുക്കുന്നത് ശക്തമായ നടപടിയാണ്. ഒപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ മിസ്റ്റർ കിരൺ, ഇതെല്ലാം ഉണ്ടാവാനുള്ള ഒരു കാരണമുണ്ട്. അറിയോ യഥാർത്ഥത്തില് അത് പല ചാനലുകളും, നോർത്തിലെ പല ചാനലുകളും അത് പറയുന്നുണ്ട്, നാഷണൽ ചാനലുകൾ. ഇപ്പോഴും ഇന്ത്യക്കാണ് ഈ ഒരു താരിഫ് കൊണ്ട് ഏറ്റവും അധികം ഗുണം ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക, ഇന്ത്യ അസ്ഥിരപ്പെട്ടാൽ ഏറ്റവും ഗുണം ഉണ്ടാകുന്നത്. താങ്കൾ പറഞ്ഞ മനസ്സിലായില്ല, ഇടയ്ക്ക് കേട്ടില്ല. അതായത് ഇപ്പൊ നാഷണൽ ചാനൽസിൽ പലതും പറയുന്നതിനകത്തുണ്ട്. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ ഒരു അനസ്ഥിരാവസ്ഥ അല്ലെങ്കിൽ ഒരു അസ്ഥിരത ഇന്ത്യയെ ഉണ്ടാക്കുക എന്നതുകൊണ്ട് ഏറ്റവും അധികം, അതായത് ഇതിനകത്ത് ഇപ്പോ ഈ പറയുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ അടിക്കുക, ഈ ഒരു വിഷയം വെച്ച് ഇതിനകത്ത് തീവ്രവാദി പ്രവർത്തനങ്ങൾ ഒരുപാട് നടക്കുന്നു എന്നുള്ളൊരു ഒരു ഇന്റർനാഷണൽ ലെവലിൽ അങ്ങനെ ഒരു ന്യൂസ് സ്പ്രെഡ് ആവുക, അതുവഴി ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ ഉണ്ടാവാതിരിക്കുക. അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ചൈനയാണ്. യഥാർത്ഥം പറഞ്ഞാൽ പാകിസ്ഥാനിൽ 70% അവരുടെ ഡിഫൻസിനെ സപ്പോർട്ട് ചെയ്യുന്നത് ചൈനയാണ്. അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ 60% ചെയ്യുന്നത് ചൈനയാണ്. ഇന്ത്യൻ മിലിറ്ററിയെ നേരിടുന്ന ഈ പറഞ്ഞ തീവ്രവാദികൾ ഉപയോഗിക്കുന്ന പല കമ്പോണന്റുകളും അവരുടെ മിലിറ്ററി അവരുടെ ഈ വെപ്പണുകളിൽ പലതും ചൈന മെയ്ഡാണ്. അപ്പം അതിന്റെ അർത്ഥം ഇൻഡയറക്ട്ലി ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ഇതിനിടയിൽ വരുന്നുണ്ട്. ഷിംല കരാർ റദ്ദാക്കാനുള്ള നീക്കവുമായി പാകിസ്ഥാൻ നീങ്ങുന്നു. ഷിംല കരാർ മരവിപ്പിക്കാൻ പാകിസ്ഥാൻ തീരുമാനമുണ്ട്. നമ്മൾ സിന്ധു നദീജല കരാർ മരവിപ്പിക്കുമ്പോൾ പകരം ഷിംല കരാർ മരവിപ്പിക്കാനുള്ള നീക്കമാണ്. വ്യോമമേഖല അടയ്ക്കാനും നീക്കം നടക്കുന്നു. വാഗാ അതിർത്തി അടയ്ക്കാനും പാകിസ്ഥാൻ്റെ തീരുമാനം വരുന്നു. പാകിസ്ഥാനും സമാനമായ രീതിയിൽ ഒരു അല്ലെങ്കിൽ ഇന്ത്യയുടെ തിരിച്ചടിക്ക് ഒരു പ്രതിരോധം അവരും ഉയർത്തുകയാണ്. ഷിംല കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു. അതോടൊപ്പം തന്നെ വ്യോമ മേഖല അടയ്ക്കാനും കൂടിയാണ് നീക്കം. പാകിസ്ഥാൻ്റെ മുകളിലൂടെ ഇന്ത്യയുടെ പല വിമാന സർവീസുകളുമൊക്കെ നടക്കുന്ന വ്യോമ പാത കൂടിയാണ്. അത് അടയ്ക്കാൻ പാകിസ്ഥാൻ ഇനി അവിടെ കൂടി കഴിയില്ല. അപ്പോൾ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരും. വാഗാ അതിർത്തി അടയ്ക്കാനും പാകിസ്ഥാൻ്റെ തീരുമാനം വന്നിരിക്കുന്നത്. എന്തായാലും പാകിസ്ഥാൻ അല്പസമയം മുമ്പാണ് അവിടെ പാകിസ്ഥാൻ്റെ രക്ഷാസമിതിയുടെ യോഗം, ഇന്ത്യ ഇന്നലെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ചേർന്നതുപോലെ പാകിസ്ഥാൻ്റെ രക്ഷാസമിതിയുടെ യോഗം, സൈനിക മേധാവികൾക്ക് അടങ്ങുന്ന യോഗം അല്പസമയം മുമ്പാണ് ചേർന്നത്. അവരുടെ തീരുമാനം ആവണം ഇത് എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് പോകണം. നന്ദകുമാറാണ് എറണാകുളത്ത്. ശ്രീ നന്ദകുമാർ, താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാം. ശ്രീ നന്ദകുമാർ പറഞ്ഞോളൂ. ശക്തമായിട്ട് തിരിച്ചടിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോ ഈ നയതന്ത്ര ഇതൊക്കെ വിച്ഛേദിച്ചതിന്റെ ഇത് നല്ല കാര്യം തന്നെ. പക്ഷെ ഇതിനേലും ഇനിയും ഇപ്പോ 27 പേര് ഞങ്ങളെ നിരപരാധികളാണ് ഇപ്പൊ മരിച്ചേക്കണതിൽ. ഒരു യുദ്ധം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അറ്റാക്ക് വരുമ്പോൾ നമുക്ക് നിരപരാധികളെയും അപരാധികളെയും മാറ്റി മാറ്റി നിർത്തി നമുക്ക് വധിക്കാൻ പറ്റില്ല. പക്ഷെ ഇതിന് ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി കിട്ടണം എന്നാണ് എൻ്റെ ഒരു ഇത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് സൈനദാസനാണ് കോഴിക്കോട്. ശ്രീ സൈനദാസൻ, ഒരു തരത്തിൽ പറഞ്ഞാൽ ബോംബിനേക്കാൾ പ്രഹരശേഷി ഉള്ളതല്ലേ ഈ നയതന്ത്ര നീക്കം? സർ നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. സർ, ആദ്യമായിട്ട് ഇവരെ വന്നിട്ടൊന്ന് ഒതുക്കുക ഒതുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ അവര് ബോർഡറിൽ നിന്നെല്ലാം അവരുടെ ആൾക്കാരെല്ലാം വയ്യോട്ട് വലിച്ച് മറ്റു ബോർഡറിലൊക്കെ അവർ കുറെ ആളുണ്ടാവുമായിരുന്നു. എല്ലാം പേടി അവർക്ക് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവരെ ഈ സമയത്ത് നന്നായിട്ടൊന്ന് ഒതുക്കണം. ഇനി മേലാൽ ഇവർ തല പൊക്കരുത്. കഴിയെങ്കിൽ ഭൂലോക മേപ്പിൽ തന്നെ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ സംഭവത്തിന് ഒഴിവാക്കുക വേണ്ടത്. എന്നാല് അവിടുത്തെ ഭീകരരെ നമ്മൾ നേരിടുക, ഭീകര അതിശക്തമായ തിരിച്ചടി കൊടുക്കുക, അതിനപ്പുറത്തേക്ക് ഒരു രാജ്യത്തിനെ മുഴുവൻ കൊന്നൊടുക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ അങ്ങനെയല്ലല്ലോ ഒരു രാജ്യവും മറ്റു രാജ്യത്തെ തകർക്കുന്നത്. സാർ, മുമ്പ് പാകിസ്ഥാൻ ഇന്ത്യ തന്നെ ആയിരുന്നല്ലോ.
അതുകൊണ്ട് അവരെ തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ടുവരണം, ഭാരതത്തിലേക്ക് കൊണ്ടുവരണം. ശരി, ശ്രീ ബൈജീവാണ് മലപ്പുറത്ത് നിന്നും. ശ്രീ ബൈജീവ്, താങ്കൾ എങ്ങനെയാണ് ഈ ആയുധത്തെക്കാൾ ശേഷിയുള്ള ഒരു പ്രഹരശേഷിയുള്ളതാണോ ഈ നദീജല കരാറിൽ റദ്ദാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പരവിപ്പിച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ നീക്കം? ഹലോ, നമസ്കാരം. നമസ്കാരമുണ്ട്. ഇത്തരത്തിലുള്ളൊരു അറ്റാക്ക് വരുന്ന സമയത്ത് ഒരു ജനാധിപത്യ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായി ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നയതന്ത്ര തലത്തിൽ ചില തീരുമാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ നദീജല കരാറുകളുടെ പുനരന്വേഷിക്കുന്നുള്ള രീതിയിലേക്ക് ഒരു പ്രസ്താവനയൊക്കെ വന്നത്. പക്ഷെ അത് ഫ്രീസ് ചെയ്തുകൊണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവാൻ പോകുന്നതെന്നുള്ള ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല. പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ജലസേചന സൗകര്യങ്ങൾ മുട്ടിക്കുകയോ ചെയ്തുകൊണ്ട് എത്രത്തോളം അതിനകത്ത് അപകടം ഉണ്ടാവും എന്നുള്ളതൊന്നും നമുക്ക് പ്രവചിക്കാൻ സാധ്യമല്ല. പക്ഷെ ഒരു ജനങ്ങളെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടുന്ന രീതിയിലേക്ക് ചില തീരുമാനങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നയതന്ത്രപരമായ ചില തീരുമാനങ്ങൾ കൊണ്ടുവന്നത്. ഇപ്പോഴും നമുക്ക് അതിനുള്ള പ്രശ്നം എന്തായിട്ടുണ്ടെങ്കിൽ ഈ ഭീകരവാദികളെ കുറിച്ചിട്ട് ഇപ്പോഴും നമുക്ക് കൃത്യമായ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ തെളിവുകൾ കൊടുക്കുന്ന ആളുകൾക്ക് 20 ലക്ഷം പാരിതോഷികമൊക്കെ നൽകുന്നതാണ് പറയുന്നത്. നമ്മൾ ഇത്രയും ഇന്റലിജൻസ് സംവിധാനങ്ങൾ ശക്തമായിട്ടും നമ്മുടെ സൈന്യം ശക്തമായിട്ടും ഇത്തരത്തിലുള്ള അക്രമങ്ങളുടെ റൂട്ട് തകർക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു സൈനിക നടപടി എന്നതിൽ ഉപരിയായിട്ട് ഈ ഭീകരവാദികളുടെ റൂട്ട് കണ്ടെത്തിയിട്ട് അവർ ഉന്മൂലനം ചെയ്യുക എന്നുള്ള ഇതിന് ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കേണ്ടത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി പറയേണ്ടതുണ്ട്. ജാക്സൺ എന്നയാളൊക്കെ പറയുന്നത് പക്ഷേ ഇത്തിരി കടന്ന കമൻറ്റുകളാണ്. നമുക്ക് രാജ്യസ്നേഹവും കാര്യങ്ങളും ഒക്കെ ആവാം. പക്ഷേ നമ്മൾ കുറേ കൂടി നന്നായി മികച്ച രീതിയിൽ വേണം ഈ ഘട്ടത്തിലൊക്കെ, അല്ലെങ്കിൽ മാന്യമായി വേണം ഇടപെടാൻ. തകർത്ത് തരിപ്പണമാക്കണമെന്നായിട്ടെന്ന് മിക്സഡ് വീഡിയോസ് പറയുന്നു. ഗോളാന്തര യാത്ര മറ്റഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീ നാരായൺ യുവും പറഞ്ഞിരിക്കുന്നത് മതപരമായ വർഗീയത ചുമർക്കുന്ന അഭിപ്രായങ്ങളാണ്. ജാക്സൺ അങ്ങനെ തന്നെയാണ് പിന്നെയും പറയുന്നത്. കൊലപാതകൾക്ക് ഇനി കുടിനീരില്ല, POK ഇനി പിടിച്ചെടുക്കണമെന്ന് ശശി വർമ്മ പറയുന്നു. ഭീകരതയുടെ നട്ടലൊടിക്കും എന്നുള്ളത് ജോസഫ് KMന്റെ അഭിപ്രായം. അതോടൊപ്പം തന്നെ ജയരാജാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജയരാജ്, താങ്കൾ എങ്ങനെയാണ് ഈ നദീജല കരാർ മരവിപ്പിക്ക വഴി പാകിസ്ഥാന് ഇന്ത്യ നൽകിയ ഒരു തിരിച്ചടിയെക്കുറിച്ച് താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? സാറേ, ഞാൻ അതിനെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷേ ഇത് ആ ന്യൂയോർക്കിലുള്ള ഒരു പയ്യൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ സാർ എന്തുകൊണ്ടാണ് വേറെ ഇമ്പോർട്ടന്റ് കാര്യം ഉണ്ടെന്ന് പറഞ്ഞത്? ആ സമയത്താണ് താങ്കൾ കേട്ടില്ലേ, പാകിസ്ഥാന്റെ തീരുമാനം വന്നത്. ഒരു വാർത്ത ബ്രേക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നു. പാകിസ്ഥാൻ ഷിംല കരാർ മരവിപ്പിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത വന്നത്. ഞാൻ ആ വാർത്തയിലാണ്. അതേപോലെ ഒരു വ്യക്തി ഹമാസിന്റെ കേസ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ മനുഷ്യന്മാരെല്ലായിടത്തും ഒരേപോലെയാണ്. ശ്രീ ജയരാജ്, അത് വളരെ കൃത്യമായി തന്നെ ഞാൻ പറഞ്ഞതാണ്. അതിന് യാതൊരു സംശയമില്ല. പലസ്തീൻ ഇത് ഇഷ്യൂ പോലെയല്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഇഷ്യൂ. അത് രണ്ടും രണ്ട് ഇഷ്യൂ ആണ്. അത് രണ്ടിനും ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളതല്ല. ഹമാസ് ഇറ്റലിയിൽ 80 പേരെ 75 പേരെ വെടിവെച്ച് കൊന്നതിന് ശേഷം ആ സമയത്ത് തിരിച്ച് അത്രയും രോഷം പൂണ്ട് സ്വന്തം ജനതയെ കൊന്നതിന്റെ പേരിൽ, ഞാനൊരു ഹിന്ദുവാണ്, ആ സ്വന്തം ജനതയെ കൊണ്ടതിന്റെ പേരിൽ രോഷം പൂണ്ട് തിരിച്ചടിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ഈ ഇന്ത്യ എന്താണ് പറഞ്ഞത്? ഈ ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ എന്താണ് പറഞ്ഞത്? ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ എന്താണ് പറഞ്ഞത്? ന്യൂസ് ചാനൽ എന്താണ് പറഞ്ഞത്? എന്താണ് പറയാൻ പോകുന്നത്? ഇന്ത്യയിൽ അതേപോലെ സംഭവിച്ചു. പക്ഷെ എണ്ണം കുറവായോണ്ട് ഒന്നും പറയാൻ പാടില്ലേ? താങ്കൾ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല. വേറൊരാൾ ചോദിച്ചു ഒരു ഹിന്ദു പാകിസ്ഥാനിൽ കയറി ഇതേപോലെ തീവ്രവാദം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് സംസാരിക്കാൻ പോകുന്നത്? ശ്രീ ജയരാജ്, ഹിന്ദു മുസ്ലിം എന്നൊന്നുമില്ല. തീവ്രവാദികൾക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ അവർ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്നുള്ളതല്ല. ഒരു രാജ്യത്തിനെതിരെ ജനതയ്ക്കെതിരെ നിൽക്കുന്ന തീവ്രവാദികളാണ്. പണമുണ്ട്, അത് പങ്കുപറ്റുന്ന ആൾക്കാരുണ്ട്. പങ്കുപറ്റുന്നവർ എല്ലാ മതത്തിലും എല്ലാ ജാതിയിലും പെട്ടവരുണ്ട്. അതിന് സംശയമൊന്നുമില്ല. ഇത് തിരിച്ച് ഹിന്ദുവാണ് ഇത് ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾ ഇത് ഹിന്ദുവാണോ മുസ്ലിമാണോ എന്നുള്ളതല്ല ശ്രീ ജയരാജ് വിഷയം. നിങ്ങൾ മാത്രമല്ല, എന്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് ഒരു മുസ്ലിം ഫ്രണ്ടാണ്. അതിനെന്താണ്? അതൊരു വലിയ കാര്യമാണോ? സഹായിക്കുന്നത് എന്റെ ഏറ്റവും വലിയ ഫ്രണ്ടാണ്. അല്ല, അതൊരു വലിയ കാര്യമല്ല. ഈ ലോകത്തെ എല്ലാ മനുഷ്യരും അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദമുള്ളവരാണ്. ഇത് തമ്മിൽ തെറ്റിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ്. ഈ സാധാരണ ജനങ്ങളെ ഇല്ലാതാക്കാതെ. താങ്കൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായും? മൊത്തം ശരി, ഓക്കെ. എന്തായാലും സംഭവിച്ചു. നമുക്ക് മറ്റൊരു പ്രശ്നത്തിന്റെ കൂടി പോകേണ്ടതുണ്ട്. രാജനാണ് തിരുവല്ലയിൽ നിന്ന്. ശ്രീ രാജൻ, ഒരു തരത്തിൽ പറഞ്ഞാൽ ആയുധങ്ങളെക്കാൾ പ്രഹരശേഷിയുള്ള ഒരു തിരിച്ചടിയാണോ ഇന്ത്യ നദീജല കരാർ മരവിപ്പിക്ക വഴി നൽകിയിരിക്കുന്നത്? മോദി ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും നല്ല നിലപാടാണിത്.
പാവങ്ങളെ കൊല്ലുന്നതിന് പകരം പാവങ്ങളെ കൊല്ലുകയല്ല ചെയ്യേണ്ടത്. ഇത് ഏറ്റവും നല്ല നിലപാടാണ്. ഇതിൽ കഴിഞ്ഞുള്ള ഒരു നിലപാടില്ല. പാവങ്ങളെ കൊല്ലുന്നതിന് പകരം പാവങ്ങളെ കൊല്ലുകയല്ല ചെയ്യേണ്ടത്. പിന്നെ ഉഗ്രവാദികൾക്കുള്ള തിരിച്ചടി പിന്നീടാവാം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, പലതരത്തിൽ ഒരു രാജ്യത്തിനുമേൽ തിരിച്ചടി നൽകാം. ഇന്ത്യ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാർഗം ഒരു നദീജല കരാർ. പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ ജീവനാടി കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ സിന്ധു നദിയിൽ നിന്ന് വരുന്ന വെള്ളം എന്ന് പറയുന്നത്. ഈ നീക്കത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ വെള്ളം തടഞ്ഞു വെച്ചത് കൊണ്ട് മാത്രം ഒരു പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ള ഒരു വിശ്വാസം ഇല്ല. പിന്നെ വെള്ളവും വായുവും ഒക്കെ പ്രകൃതി തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അത് മനുഷ്യന് നിഷേധിക്കപ്പെടുന്നത് ഒരു മാനുഷിക രീതിയിൽ നോക്കിയാൽ ശരിയല്ല. അതുകൊണ്ടൊരു കാര്യം നടക്കുമെന്നും തോന്നുന്നില്ല. പിന്നെ യുദ്ധം കൊണ്ട് പരിഹരിച്ച ഒരു പ്രശ്നം ലോകത്തിലില്ല. ഒരേ ഒരു കാര്യമേ പരിഹരിച്ചിട്ടുള്ള യുദ്ധം കൊണ്ട്, അത് എന്റെ ഓർമ്മയിൽ ബംഗ്ലാദേശ് പ്രശ്നമാണ്. അല്ലാതെ ലോകത്തിലെ ഒരു പ്രശ്നവും യുദ്ധം കൊണ്ടും പരിഹരിച്ചിട്ടില്ല. ഈ പാകിസ്ഥാൻ, പിന്നെ ചില ആൾക്കാർ പറയുന്നു ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറയുന്നു. ഇവിടെ ഈ ഭീകരവാദികൾക്ക് മതമില്ല. അവർ ഹിന്ദുവും അല്ല, അവർ മുസ്ലിമും അല്ല, ഒരു മതത്തിൽ പെടുന്നവരല്ല. അവർ ഭീകരവാദികൾ എന്നുള്ള ഒരു മതത്തിൽ മാത്രം പെടുന്നവരാ. അപ്പൊ അവരെ കൈകാര്യം ചെയ്യുന്ന രീതി വേറെ ആയിരിക്കണം. അതിന് ചെയ്യേണ്ടത്, നമുക്ക് ഐക്യരാഷ്ട്ര സംഘടനയുണ്ട്, ലോകരാജ്യങ്ങളുണ്ട്, അവരുടെ മനസാക്ഷിയെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തണം. പിന്നെ നമ്മുടെ ഓരോ ഇഞ്ച് സ്ഥലവും, നമ്മുടെ ബോർഡറിലുള്ള ഓരോ ഇഞ്ച് സ്ഥലവും ഓരോ ആളും നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കണം. കയ്യിൽ കിട്ടുന്നവരെ തക്കതായ ശിക്ഷ കൊടുക്കണം. പിന്നെ അത് കണ്ടു നിൽക്കുന്നവർക്ക് അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ കൃഷ്ണൻകുട്ടി, നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ഷാജികുമാറാണ് കൊല്ലത്തുനിന്നും. ശ്രീ ഷാജികുമാർ, ഇന്ത്യ നടത്തിയ ഈ നയതന്ത്ര നീക്കത്തെ, അതും അത്യസാധാരണമായ ഒരു നീക്കമാണ്. പാകിസ്ഥാൻ ഇപ്പോൾ മറ്റു തരത്തിൽ ഷിംല കരാർ മരവിപ്പിക്കുന്നു എന്ന് പറയുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന അത്തരം ഒരു നീക്കം, അതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ശ്രീ ഷാജികുമാർ പറയാം. നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഞാൻ ചാത്തന്നൂരിന്നാണേ. ശരി ഷാജികുമാർ, പറഞ്ഞോളൂ. അപ്പൊ നമുക്ക് എവരെ കൊണ്ട് ദിവസവും ഇങ്ങനെ പൊറുതി മുട്ടിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ ആണവായുധം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പ്രയോഗിക്കാനാണ്. അത് എത്രയും പെട്ടെന്ന് പാകിസ്ഥാന്റെ ആണവ സ്ഥാനം ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് ഇട്ടു കൊടുക്കണം. ശ്രീ ഷാജികുമാർ, ആണവായുധം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിക്കാൻ കഴിയില്ല. പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാനിൽ ഇട്ടാലും പാകിസ്ഥാൻ ഇന്ത്യയിൽ ഇട്ടാലും എല്ലാം രണ്ട് രാജ്യത്തിനും അതിന്റെ ദുരിതം അനുഭവിക്കേണ്ടി വരും. ഈ ഒരു ശല്യം ഒരു 10-700 വർഷമായിട്ട് ഈ ഭൂമി വന്നിട്ട് ഇത് നമ്മളെ കൊണ്ടേ. ശ്രീ ഷാജികുമാർ, അതല്ല, അത് ആണവായുധം ഒരിക്കലും പരിഹാരമല്ല. നമുക്ക് ഇന്ത്യക്ക് പാകിസ്ഥാനെതിരെയോ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെയോ ആണവായുധം ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം ആ രാജ്യം ഇങ്ങോട്ടിട്ടാൽ ആ രാജ്യവും നമ്മൾ അങ്ങോട്ടിട്ടാൽ നമ്മുടെ രാജ്യം ഒക്കെ തകർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക്. ആണവായുധം ഒരിക്കലും ഒരു രാജ്യത്തിനെതിരെയും ഉപയോഗിക്കരുത്, ഒരു രാജ്യവും. അത് അത്തരത്തിലൊക്കെ ധാരണയൊക്കെ ഇന്റർനാഷണൽ തലത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് കൂടിയാണ്. ഇതൊരിക്കലും ഉപയോഗിക്കാനല്ല ശ്രീ ഷാജികുമാർ. ആണവായുധം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു രാജ്യവും മറ്റു രാജ്യത്തിനെതിരെ ഉപയോഗിക്കാനല്ല. ശരി, ഓക്കെ. ശ്രീ ഷാജികുമാരൻ, നമുക്ക് ചില കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. നമ്മുടെ യൂട്യൂബിലെ സതി ബാബുരാജ് പറയുന്നു, നമസ്കാരം കിരൺ, ദിസ് ഈസ് ട്രൂത്ത് കിരൺ, ദിസ് ഈസ് സിവിയർ അറ്റാക്ക് ടു പാകിസ്ഥാൻ, സോ ദേ ഓൾറെഡി ഇൻ എ പാനിക് സിറ്റുവേഷൻ ആൻഡ് സ്റ്റാർവേഷൻ എന്ന് പറയുന്നു. ഹമാസിനെ പറയുമ്പോൾ വിഷമമാണോ എന്നൊക്കെ ജാക്സൺ ചോദിക്കുന്നു. ചില ആളുകൾക്ക് എല്ലാ കാര്യത്തിലും ഇങ്ങനെ അവരുടേതായ ചില കുത്തിത്തിരിപ്പുകൾ ഇങ്ങനെയുണ്ട്. അത് ജോസഫ് കേമനാണെങ്കിൽ അത് തുടർച്ചയായി ആ കുത്തിത്തിരിപ്പ് അല്ലാതെ അദ്ദേഹത്തിന് എഴുതാൻ കഴിയില്ല എന്ന് തോന്നുന്നു. ഇടയ്ക്കൊക്കെ നല്ല കാര്യങ്ങൾ കൂടിയൊക്കെ എഴുതൂ ശ്രീ ജോസഫ് കേം, അത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. നമ്മുടെ തന്നെ ഒരു സന്തോഷത്തിനുമൊക്കെ നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റു ചില കമന്റുകൾ കൂടി. മീഡിയ റൂമിലിരുന്ന് തൊള്ള പറയുന്നവരെ നിയന്ത്രിക്കണം എന്ന് പറയുന്നു. നല്ലതാണ്, എവിടെ നിന്നാലും അങ്ങനെ പറയുന്നവരെ നിയന്ത്രിക്കുന്നത് നല്ലതാണ്. ശ്രീ ജയപ്രകാശൻ MK. അതോടൊപ്പം തന്നെ ഇന്ത്യക്കുള്ളിലെ ഭീകരരാണ് പുറത്തുള്ളതിനേക്കാൾ വലുത്, ചോറ് ഇവിടെയും കൂറവിടെയും എന്ന് പറയുന്നു സുനിൽകുമാർ പറയുന്നു. നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ വളരെ മോശമായതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഈ ആക്രമണം നടത്തിയത്. അതുകൊണ്ട് ഇന്റലിജൻസ് സംവിധാനം വളരെ ശക്തമാക്കണം, അല്ലാതെ പകരം വീട്ടിക്കൊണ്ടിരുന്നാൽ ഇത് പരിഹാരമാകില്ല എന്ന് VC തോമസ് പറയുന്നു. മുൻ സർക്കാരുകൾ ശക്തവും മാന്യവുമായി പരിഹരിച്ചതുകൊണ്ടാണ് POK ഉണ്ടായത്. ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം ചൈനയുടെ ഭാഗമായത് എന്ന് കൃഷ്ണദാസ് പറയുന്നു. പാകിസ്ഥാൻ തിരിച്ചടി കൊടുത്തിരിക്കും, അത് പറഞ്ഞത് മോദിയാണ് എന്ന് പറയുന്നു. അങ്ങനെ വ്യത്യസ്തമായ കമൻറ്റുകളൊക്കെയാണ്. ചിലരുടെയെങ്കിലും കമൻറ്റുകൾ വായിക്കാൻ കഴിയില്ല. നമുക്ക് മറ്റ് പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. മധു ആണ് പാലക്കാട് നിന്ന്. ശ്രീ മധു, താങ്കൾ എങ്ങനെയാണ് ഇന്ത്യ നൽകിയിരിക്കുന്ന ഈ ഒരു നയതന്ത്ര തലത്തിലുള്ള അതിപ്രഹരശേഷിയുള്ള തിരിച്ചടിയെ കാണുന്നത്? നമസ്കാരം. നമസ്കാരം.
അതെ, ഇത് റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരോ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ അല്ല ഇപ്പൊ ഇരിക്കുന്നത്. ഇതിന് നല്ല തിരിച്ചടി കിട്ടും, കൊടുത്തിരിക്കും. കാരണം കാശ്മീരിൽ സമാധാനപരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളെയാണ്, പാവങ്ങളെയാണ് സാറെ ദ്രോഹിച്ചിരിക്കുന്നത്. അവിടുത്തെ എത്ര ആയിരം ആൾക്കാരുടെ തൊഴിലാണ് ഇല്ലാതായത്. എന്നിട്ട് ഇവരെന്താ നേടാൻ പോകുന്നത്? അവരോ നശിച്ചു, അപ്പൊ അടുത്തവരെ നശിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം വെച്ചിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിന് തക്കതായ ശിക്ഷ കൊടുത്തേ മതിയാവൂ, അത് കൊടുത്തിരിക്കും. ഓക്കെ സാർ, താങ്ക് യു. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ജെയ്സൺ ആണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ജെയ്സൺ, താങ്കൾ എങ്ങനെയാണ് ഇന്ത്യയുടെ ഈ ശക്തമായ നീക്കത്തെ വിലയിരുത്തുന്നത്? ഇന്ത്യ ഇതിലും അതിശക്തമായിട്ടുള്ള പ്രതികരണം നടത്തണം, പ്രഹരം നടത്തണം എന്നുള്ളത് എൻ്റെ അഭിപ്രായം. ഇപ്പോ ഇസ്രയേൽ നോക്കിയാൽ ഇസ്രയേലിലേക്ക് അവിടെ കടന്നു കയറി പാവപ്പെട്ടവരെ കൊന്നൊടുക്കി തിരിച്ചടി കിട്ടിയപ്പോഴത്തേന് ഒരേ കാർച്ച. ഇതിപ്പോ നിങ്ങൾ ചാനലുകാരടക്കം ഇപ്പൊ കുറച്ചു മുമ്പ് താങ്കൾ പറയുന്നത് കേട്ടു, അവർ നദീജലം മുട്ടിക്കുന്നതൊക്കെ ഭയങ്കര അമാനുഷികമായിട്ടുള്ള അല്ല അതിക്രൂരമായിട്ടുള്ള സംഭവമാണെന്ന്. നമ്മളെ കൊല്ലാൻ വരുന്നവനെ നമ്മൾ അങ്ങനെയല്ല ശ്രീ ജെയ്സൺ ലൂക്കോസ്, അത് പറഞ്ഞത് വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. നമ്മളിപ്പോ നാളെ ഈ നദി അടച്ചുകൊണ്ട് ഇന്ത്യ മുട്ടിക്കുമെന്നല്ല ഇന്ത്യ. ഇത് ഒരു നയതന്ത്ര നീക്കം കൂടിയാണ്, അതിശക്തമായ പാകിസ്ഥാനെ സമ്മർദ്ദത്തിൽപ്പെടുത്തുക, പാകിസ്ഥാനെ ലോക രാജ്യങ്ങളുടെ മുന്നിൽ ഭീകരതയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന വളർത്തുന്ന രാജ്യത്തെ ഒറ്റപ്പെടുത്തുക. ഇന്ത്യ ആ തരത്തിലേക്കുള്ള ഒരു നീക്കമാണ് യഥാർത്ഥത്തിൽ നടത്തിയിരിക്കുന്നത്. അല്ല, എന്നിട്ട് മീഡിയ റൂമിൽ ഇരുന്ന് നിങ്ങൾ എല്ലാ മീഡിയക്കാരും പറയുന്നത് ഏതോ ഒരു പ്രത്യേക ഗൂഢലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. അത് ഏത് ലക്ഷ്യമാണ് ശ്രീ ജെയ്സൺ? അത് താങ്കൾക്ക്, എനിക്ക് മനസ്സിലായില്ല, താങ്കൾക്ക് മനസ്സിലായെങ്കിൽ പറയാം. തീർച്ചയായിട്ടും. അല്ല, നിങ്ങൾ മീഡിയ ചാനലിൽ ഇരുന്ന് നിങ്ങൾ എന്താണ് പറയുന്നത്? അത് പാകിസ്ഥാനെ കൂടുതൽ പ്രതിരോധത്തിലാക്കരുത്, അല്ലെങ്കിൽ വെള്ളം ആര് പറഞ്ഞു ആക്കരുതെന്ന്, പ്രതിരോധത്തിലാക്കരുതെന്ന് എപ്പോ പറഞ്ഞു? അത് നിങ്ങളുടെ കുറച്ചു മുമ്പ് നിങ്ങൾ ആര് പറഞ്ഞു? താങ്കൾക്ക് എടുത്ത് യൂട്യൂബിൽ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായി കിടപ്പെടും. താങ്കൾ അത് യൂട്യൂബിൽ കേട്ടു നോക്കൂ. അതെ, അല്ലല്ല, അത് ഞാൻ താങ്കൾ കേട്ടു നോക്കൂ. അങ്ങനെ വന്ന് ചാനലിൽ വന്നിട്ട് എന്തെങ്കിലും താങ്കൾ വിളിച്ചു പറഞ്ഞിട്ട് പോകാൻ വഴിയില്ലോ. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. അല്ല, താങ്കൾ കേട്ടു നോക്കൂ. രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന വിഘടനവാദികളെ ആദ്യം നമ്മൾ നിലക്ക് നിർത്തണം. അതിനുശേഷം അത് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നുള്ള രീതിയിൽ തന്നെ എതിരിട്ടാൽ മാത്രമേ നമ്മുടെ ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ വിവരങ്ങൾ കൂടി നൽകാനുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതോടൊപ്പം തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും രാഷ്ട്രപതിയെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. സാധാരണ ഈ രാജ്യവും പ്രധാനപ്പെട്ട മൂവ്മെൻറ്റുകളൊക്കെ നടത്തുന്ന സമയത്ത് രാഷ്ട്രപതിയെ കണ്ട് വിവരം അറിയിക്കാറുണ്ട്. അത്തരമൊരു നീക്കം കൂടി എങ്ങനെയാണ്, അത് എന്താണ് തീരുമാനം എന്നുള്ളതൊക്കെ ഇനി പുറത്തു വന്നതും അല്ലെങ്കിൽ ചെയ്ത് നടപ്പാക്കി കഴിഞ്ഞ ശേഷമാണ് അറിയാൻ കഴിയുക. എന്തായാലും വളരെ സുപ്രധാനമായ ഒരു നീക്കം കൂടിയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും വിദേശകാര്യമന്ത്രിയും നേരിട്ട് രാഷ്ട്രപതിയെ കണ്ട് സംസാരിച്ചിരിക്കുന്നു. പലപ്പോഴും ഇതിൻ്റെ ഒരു സൂചന എന്ന് പറയുന്നത്, പലപ്പോഴും അതിസുപ്രധാനമായ നീക്കങ്ങളൊക്കെ ഒരു രാജ്യം നടത്തുമ്പോൾ രാഷ്ട്രപതിയെ ഈ വിവരം അറിയിക്കാറുണ്ട്. ഇങ്ങനെയൊരു നീക്കം തീരുമാനമെടുക്കുന്നത് രാഷ്ട്രപതി അല്ല എങ്കിലും രാഷ്ട്രപതിയെ ആ വിവരം അറിയിക്കാറുണ്ട്. ഇന്ത്യയിൽ അങ്ങനെ ആ ഒരു നീക്കത്തിൻ്റെ ഭാഗമാകണം. എന്തായാലും പ്രധാനപ്പെട്ട 2 മന്ത്രിമാർ സുരക്ഷാ കാര്യ സമിതിയിൽ പങ്കെടുത്ത അല്ലെങ്കിൽ അതിൽ അംഗങ്ങളായ 2 മന്ത്രിമാർ, ആഭ്യന്തരമന്ത്രിയും വിദേശകാര്യമന്ത്രിയും രാഷ്ട്രപതിയെ കണ്ട് ഇപ്പോഴത്തെ അവസ്ഥയും ഇന്ത്യയുടെ തുടർ നീക്കങ്ങളുമൊക്കെ അവർ ധരിപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ എത്തിയുള്ള ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ശ്രീ കുട്ടിക്കൃഷ്ണനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ കുട്ടിക്കൃഷ്ണൻ, പലതരത്തിൽ ഒരു രാജ്യത്തെ ഒറ്റപ്പെടുത്താം അല്ലെങ്കിൽ പല തരത്തിൽ ഒരു രാജ്യത്തിന് മേൽ തിരിച്ചടി നൽകാം. ഇന്ത്യ അങ്ങനെ എല്ലാ രീതിയും നയതന്ത്ര രീതി ഉപയോഗിക്കുന്നു, ആയുധം കൊണ്ടുള്ള രീതി, പ്രതിരോധത്തിൻ്റെ മാർഗ്ഗങ്ങൾ, ആക്രമണത്തിൻ്റെ മാർഗ്ഗങ്ങൾ, ഇതെല്ലാം കൂടി ഉപയോഗിക്കുമ്പോൾ അതിശക്തമായ ഒരു നീക്കം കൂടി, സാധാരണയിൽ നിന്ന് കവിഞ്ഞുള്ള ഒരു നീക്കം കൂടി നടത്തിയിരിക്കുന്നു. പാകിസ്ഥാൻ്റെ ജീവനാഡി എന്നൊക്കെ പറയാൻ കഴിയുന്ന പാകിസ്ഥാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സായ സിന്ധു നദീജല കരാർ നമ്മൾ മരവിപ്പിക്കുന്നു എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ ആ നീക്കം, ഒരു തരത്തിൽ പറഞ്ഞാൽ ബോംബിനേക്കാൾ പ്രഹരശേഷിയുള്ളതല്ലേ ആ നീക്കം? അതെ, നോക്കൂ, ഇതൊരു ഫസ്റ്റ് ഡോസ് വളരെ മൃഗീയമായ ഡോസ് തന്നെയാണ്. കാരണം ജനങ്ങളുടെ നദീജലം ആ കരാറിൽ ലംഘിച്ചുകൊണ്ട് ജനങ്ങളുടെ അവിടെ ഒരു ബ്ലോക്ക് ചെയ്തു. പക്ഷെ നമ്മൾ എല്ലാ സ്ഥലങ്ങളും മനുഷ്യന്മാരെ ജീവിക്കുന്നത്. പക്ഷെ ഇത് രാഷ്ട്ര പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമുക്ക് ആ ഒരു ആസ്പെക്ട് നോക്കാൻ പറ്റില്ല. ഇന്ത്യ ചെയ്തിരിക്കുന്ന നദീജല ആ തർക്കം അവിടെ സ്റ്റോപ്പ് ചെയ്തത് വളരെ നല്ല കാര്യമാണ്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇതൊരു യുദ്ധമല്ല ഇവിടെ നമ്മുടെ ആവശ്യം. ഇന്ത്യയെ പോലത്തെ നാട്ടിൽ ജനങ്ങൾ ആദ്യം ബോധവൽക്കരിക്കുക, അതിനുശേഷം ഇത്തരത്തിൽ നയതന്ത്ര ബന്ധങ്ങളിൽ കൂടിയിട്ട് ഇതിന് ശാശ്വത പരിഹാരം കാണുക. ഇപ്പം കഴിഞ്ഞ ദിവസം വളരെ 26 പേരുടെ മരണത്തിടയാക്കിയത് അത് പാകിസ്ഥാൻ നേരിട്ടാണോ നമുക്കറിയില്ല. അല്ല, ഒരു എന്താ വേണ്ടത്, ഒരു പ്രത്യേക ദുരുദ്ദേശത്തോട് ഒരു മറ്റൊരു ലാക്കോട് കൂടിയിട്ട് ഛിന്ന ഭിന്നമാക്കാൻ വേണ്ടി ചെയ്ത ഒരു ഇതായിട്ട് നമ്മൾ കാണണം.
എവിടെയാണ് അതിന്റെ സത്യാവസ്ഥ എന്ന് പുറത്തു വരുന്നവരെ ഇത്തരത്തിലെ നയതന്ത്ര ഒരു ഇതിൽ കൂടിയിട്ട് മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ ഒരു പീസ് ഓഫ് എവിടെയും കിട്ടും. അതാണ് ഏറ്റവും അത്യാവശ്യം. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ദീപു, ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ നയതന്ത്ര നീക്കത്തെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? കിരൺ, ആദ്യമായിട്ട് അവിടെ മരണപ്പെട്ടവരുടെ ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ. മാത്രമല്ല, ഈ സന്ദർഭത്തിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ എടുക്കുന്ന നടപടികൾ സസൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ട് അവരെന്താണ് അത് എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ കരണീയമായിട്ടുള്ള കാര്യം. പ്രൈമറി ആയിട്ടുള്ള കാര്യം അതാണ്. പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ മറന്നുപോകരുത്. ഇവിടെ വന്ന് സത്യത്തിൽ നമ്മൾ ഇവിടെ വന്നിപ്പോൾ സംസാരിക്കേണ്ടത് നമ്മൾ രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് സംസാരിക്കേണ്ടതാണ്. പക്ഷെ ചിലർ സംസാരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോകുന്നു. കാരണം ഈ പറയുന്ന രാജ്യത്തെ വിഭജിക്കാനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാനെ കൂടുതൽ നടത്തുന്നത് ഈ ചാനലിൽ ഇപ്പൊ കുറെ പേര് വന്ന് പറഞ്ഞവർ സംസാരിക്കുന്നുണ്ട്. ഇവരുടെ കയ്യിലെ ആയുധങ്ങൾ മറ്റേതോ രാജ്യത്ത് അമേരിക്കൻ മെയ്ഡ് ആയുധങ്ങളാണെന്നുള്ളത് പുറത്തു വന്നില്ലേ? എങ്ങനെയാണ് ഈ അമേരിക്കൻ മെയ്ഡ് ആയുധങ്ങൾ ഈ തീവ്രവാദികളുടെ കയ്യിൽ വരിക? അത് പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് വരികയാണെങ്കിൽ പാകിസ്ഥാൻ എന്തിനാണ് ഈ ആയുധങ്ങൾ കൊടുക്കുന്നത്? പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ തീവ്രവാദികളുടെ കയ്യിൽ എത്തുന്നുണ്ടെങ്കിൽ ആ കൊടുക്കുന്ന സോഴ്സായ രാജ്യമായ അമേരിക്ക അത് നിർത്തണ്ടേ? അത് നിർത്തുന്നുണ്ടോ? എന്നിട്ട് നമ്മളിപ്പോ ചെയ്തിരിക്കുന്ന ഈ നദീജല കരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിയുന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷെ അതൊരു കൃത്യമായ ഒരു മെസ്സേജാണ് കൊടുക്കുന്നത്. അതിനേക്കാൾ ഉപരി ഈ എല്ലാ സ്ഥലത്തും ഈ നമ്മുടെ പ്രധാനമന്ത്രി പോകുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് പാകിസ്ഥാനെ ഭീകര രാഷ്ട്രമായി പ്രഖ്യാപിക്കാനുള്ള തെളിവുകളെല്ലാം നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഈ രാജ്യങ്ങളോട്, ഈ പോകുന്ന രാജ്യങ്ങളോട് കൃത്യമായി ഇതെല്ലാം കാണിച്ചിട്ട് നിങ്ങൾ ഉപരോധം ഏർപ്പെടുത്തണം. ഇത് ഇന്ത്യക്ക് മാത്രമല്ല ആ സമൂഹത്തിന് മുഴുവൻ വിപത്താണ് ഇവര് നടത്തുന്നതെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്താ? മാത്രമല്ല, ഈ പാകിസ്ഥാൻ ബോർഡറിന് ഏകദേശം 200ഓളം കിലോമീറ്റർ അകത്താണ് ഇവിടെ വന്നിട്ട് ഇവർ ഇത് നടത്തിയിരിക്കുന്നത്. എങ്ങനെ ഇവരിവിടെ എത്തി? അവിടെ ഒരു സുരക്ഷയും ഇല്ലായിരുന്നു എന്നാണ് ഈ പറഞ്ഞവര് തന്നെ ചാനലുകളിൽ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഇപ്പോൾ മനസ്സിലായി. ഇത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും ചർച്ചയിലേക്ക് വരും. പക്ഷെ അതിപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. കേൾക്കൂ കിരണേ, ഞാനതൊന്നും പറയാൻ ഉദ്ദേശിച്ചല്ല. പക്ഷെ ഇവിടെ വന്നിട്ട് അത് അങ്ങനെയല്ല. ഇതിപ്പോൾ അങ്ങനെ ഒരാൾ പറഞ്ഞു എന്ന് കരുതി ഒരാൾ രാജ്യത്തെ വിഭജിക്കാനുള്ള ശ്രമങ്ങൾ അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾക്ക് അവരുടെ ഉദ്ദേശവും ഇതൊക്കെ തന്നെയാണ്. ശ്രീദീപ്, അവരുടെ ഉദ്ദേശവും ഇതൊക്കെ തന്നെയാണ്. നിങ്ങൾ കൂടി അതിൽ ചേരരുത്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ട്. ശ്രീ രാജനാണ് കൊല്ലത്ത് നിന്നും. ശ്രീ രാജൻ, താങ്കൾ എങ്ങനെയാണ് ഇന്ത്യയുടെ ഈ നീക്കത്തെ കാണുന്നത്? സാറേ, എനിക്ക് പറയാനുള്ളത് ഇവര് സത്യം പറഞ്ഞാൽ ഇവര് നല്ല സ്നേഹമുള്ളവരായി. നമുക്ക് പണ്ട് നമ്മളെ ഇന്ത്യ പാകിസ്ഥാൻ, നമ്മുടെ നാട്ടിലെ ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളി നടന്നപ്പം ഇന്ത്യ തോറ്റു, പാകിസ്ഥാൻ ജയിച്ചു. അന്നേരം അവർ പടക്കം പൊട്ടിച്ചു ഞങ്ങളുടെ കൊല്ലത്ത്. വളരെ സ്നേഹമുള്ള ആൾക്കാരാണ് നമ്മളോട്. കാരണം ഇന്ത്യയോട് ഐക്യപ്പെട്ട് നടക്കുന്ന ആൾക്കാരാണ്. ഞാൻ പറഞ്ഞിട്ട് ആരോ പറഞ്ഞു കേട്ടു യുദ്ധമൊന്നും ചെയ്യരുത്, അവരെ വിളിച്ച് നയതന്ത്രത്തിൽ കൂടെ ഞാൻ പറഞ്ഞിട്ട് അവരെ വിളിച്ചിട്ട് ഇന്ത്യക്കാരൊരു നല്ല ബിരിയാണി കൊടുത്തിട്ട് തിരിച്ചു പോകാൻ നേരത്തെ കുഞ്ഞാലിക്കുട്ടിയോട് പറഞ്ഞ ചിലർ വണ്ടിക്കാശും കൊടുത്തു വിടും. അവർ എനിക്ക് തോന്നുന്നു തീവ്രവാദം നിർത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കുഞ്ഞാലിക്കുട്ടിയോട് തന്നെ പറയുന്നത് മറ്റേതെങ്കിലും നേതാവിനോട് പറഞ്ഞുകൂടെ? കുഞ്ഞാലിക്കുട്ടിയോട് തന്നെ പറയണമെന്നുണ്ട്. ഈ കാര്യങ്ങൾ രാജ്യത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ചില ആളുകൾക്ക് ഇങ്ങനെയാണ്. അതിനിടയിലൊക്കെ അവരുടെ ചില തികട്ടലുകൾ ഇങ്ങനെ കുത്തി ചേർക്കണം എന്ന് തോന്നുന്നു. നമുക്ക് മറ്റൊരു പ്രശ്നമില്ല. പ്രശാന്താണ് പാലക്കാട് നിന്നും. ശ്രീ പ്രശാന്ത്, ഇന്ത്യയുടെ ഈ നീക്കത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സാർ നമസ്കാരം. നമസ്കാരം സാർ, നമ്മൾ ഈ ഭാരതത്തിന്റെ ഇപ്പൊ നയതന്ത്രപരമായിട്ടുള്ള നീക്കം എന്നുള്ളതിലുപരി നമ്മൾക്ക് ഇതിനു മുന്നും പാകിസ്ഥാന്റെ നേതൃത്വത്തിലുള്ള ഭീകരാക്രമണങ്ങൾ ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ഭീകരാക്രമണത്തിന് നമ്മൾ കാണേണ്ടത്. നമ്മളിതിൽ നോക്കുന്ന സമയത്ത് ഭീകരരെല്ലാവരും തന്നെ ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് വെടിവെച്ചു എന്ന് പറയുന്ന സമയത്ത് അവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എന്താണെന്നുള്ളത് ഭാരതത്തിലെ ഓരോ പൗരനും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമായിട്ടാണ്. അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇവിടെ ഒരു മതവികാരം വ്രണപ്പെടുത്തിയില്ലെങ്കിൽ ഒരു ആഭ്യന്തര കലാപം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഭാരതീയർ എന്നുള്ള ഒരു നിലയ്ക്ക് ഈ ഭാരതത്തിലെ എല്ലാ ജനങ്ങളും ഐക്യത്തോടു കൂടിയിട്ട് ഈ ഒരു വിഷയത്തെ കാണണം എന്നുള്ളതാണ് സാർ എനിക്ക് പറയാനുള്ളത്. ഭീകരരുടെ കൃത്യമായിട്ടുള്ള മോട്ടീവ് എന്നുള്ളത് ഈ ഭാരതത്തിലെ മുസ്ലിം ഹിന്ദു വിഘടനം ഉണ്ടാക്കുക, അതിലൂടെ ഒരു കലാപം സൃഷ്ടിക്കുക, അതിലൂടെ ഭാരതത്തെ ശിഥിലപ്പെടുത്തുക എന്നുള്ള ഒരു കൃത്യമായ മോട്ടീവോട് കൂടി തന്നെയാണ് അവർ ഈ ഭീകരാക്രമണം എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ശ്രീ പ്രശാന്തിന്റെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതും അതിന്റെ ഒരു അർത്ഥം ഉൾക്കൊള്ളുന്നതുമായ വാക്കുകൾ തന്നെയാണ്. ശ്രീ പോത്തൻകോട് നിന്നും ശ്രീ ഉണ്ണികൃഷ്ണൻ കൂടി ചേരുന്നു. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ് രാജ്യത്തിന്റെ ഈ നീക്കത്തെ കാണുന്നത്? ആദ്യമായിട്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് ആ മരണപ്പെട്ടവർക്ക് ആ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. കാര്യം അവരെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഈ
സഞ്ചാരികള് ഇനി അവിടെ ചെല്ലരുത്. ഈ ഒരു വർഷം എല്ലാം കൊണ്ടും അവിടെ ഒരു ബന്ധു പോലെ ആക്കി അവിടെയുള്ള ആൾക്കാരുടെ സ്വൈര ജീവിതം തടസ്സപ്പെടുത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് ഈ തീവ്രവാദികൾ ഉദ്ദേശിച്ചത്. പിന്നെ നേരത്തെ ദീപു പറഞ്ഞിട്ട് ഇവിടെ അവിടെ എന്തോ ഇന്റലിജൻസിന്റെ കുഴപ്പമുണ്ട്. ഒരു പ്രശ്നം ഇല്ലാതിരിക്കുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ സൈന്യത്തൊക്കെ എണ്ണത്തിൽ കുറച്ചെണ്ണൊക്കെ ഇരിക്കും. അതൊക്കെ സ്വാഭാവികമാണ്. അത് 10 കൊല്ലത്തിന് മുമ്പും 15 കൊല്ലത്തിന് മുമ്പ് നടക്കുന്ന സാഹചര്യം അല്ല ഇപ്പൊ അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ തീവ്രവാദികൾ ഏത് വഴി വരണമെന്നും ഏത് വഴി പോകണമെന്നും അമേരിക്കയിൽ വരെ പോയി ബോംബിട്ടപ്പം അമേരിക്കയിലെ ഇന്റലിജൻസ് ഒക്കെ ഉറങ്ങിപ്പോയ അതൊന്നും അല്ലെന്നേ. അവന്മാർക്ക് ഇങ്ങനെ അവിടെ ആരെയും പേടിയൊന്നുമില്ല. അവന്മാർ ഏത് വഴിയും വരും. കടലിൽ കൂടെയും വരും, കരയിൽ കൂടെയും വരും, കാട്ടിൽ കൂടെയും വരും, ഏത് വഴി കൂടെയും വരും. പിന്നെ ദ്വീപ് പറഞ്ഞിട്ട് താങ്കളെല്ലാം ഒന്നിന് മറുപടി താങ്കൾ പറഞ്ഞു. ശരി, ഓക്കെ. എന്തായാലും അങ്ങനെയല്ല, അത് അതിനകത്ത് ആ പറഞ്ഞതിൽ ഒരു രാഷ്ട്രീയം കൂടിയുണ്ട്. പലപ്പോഴും ആയുധങ്ങളൊക്കെ പാകിസ്ഥാൻ നൽകിയിരുന്ന ഒരു രാജ്യം കൂടിയാണ്. ഇപ്പോൾ ഈ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിലുള്ള സമയത്ത് ആക്രമിക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചതും നിലവിൽ അമേരിക്ക പാകിസ്ഥാനോട് സ്വീകരിക്കുന്ന നിലപാടിലുള്ള മാറ്റമൊക്കെ അതിൽ അങ്ങനെ പല വിലയിരുത്തലുകളും ഒക്കെ എന്തായാലും ഇതിലുണ്ട്. അതൊക്കെ പല തരത്തിലുള്ള വിലയിരുത്തലുകൾ ഉള്ളത് കൂടിയാണ്. നമുക്ക് സോമനാണ്. ശ്രീ സോമൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? പ്രിയയാണ് ആലപ്പുഴയിൽ നിന്നും. പ്രിയ, യഥാർത്ഥത്തിൽ ഇന്ത്യ നൽകിയത് ഒരു തരത്തിൽ പറഞ്ഞാൽ പാകിസ്ഥാൻ പ്രതീക്ഷിച്ചതിനുമൊക്കെ അപ്പുറത്തേക്ക് അവരെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു തിരിച്ചടിയല്ലേ? തീർച്ചയായിട്ടും പറഞ്ഞോളൂ. തിരിച്ചടിച്ചേ മതിയാവും. നയതന്ത്രപരമായിട്ടാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ചെയ്തതെല്ലാം ഓക്കെ, പക്ഷെ തിരിച്ചടിക്കണം. നമുക്ക് ചെറിയൊരു രാജ്യമായ പാകിസ്ഥാൻ ഇത്രയും വലിയ വികസിത രാജ്യമായി നിൽക്കുന്ന ഇന്ത്യയോട് കളിക്കാൻ വന്നപ്പോഴത്തേക്ക് അവരൊക്കെ ചാവാൻ നടക്കുന്നതാണ്. അതുപോലെയല്ല, നമ്മുടെ കേരളത്തിന്റെ കൂടെ ഒരു ദുഃഖമാണ്. ശരി, ശ്രീ സോമനാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ സോമൻ, താങ്കൾക്ക് പറയാം. എനിക്ക് പറയാനുള്ള അഭിപ്രായം എന്ന് പറയുന്നത്, ഇവിടെ ടെററിസം ഇന്ത്യയിൽ നടത്തുന്നത് പാകിസ്ഥാന്റെ മണ്ണിൽ നിന്നല്ല, ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് തന്നെയാണ് ഈ പാകിസ്ഥാൻ ടെററിസം വളർത്തുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, POK തിരിച്ചെടുക്കുക, ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുക, അല്ലാതെ ഇതിന് യാതൊരു മാർഗവും ഇല്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, പാക് ഓക്കുപ്പൈഡ് കാശ്മീർ പിടിച്ച് ഇന്ത്യയുടെ ഭാഗമാക്കണം എന്നുള്ള ആവശ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അത്തരം ആവശ്യങ്ങൾ കാലങ്ങളായി പലപ്പോഴും പല ഭാഗത്തു നിന്നുണ്ടായത്. ഒക്കെ രാഷ്ട്രീയമായ തീരുമാനങ്ങൾ കൂടി വരേണ്ടതാണ്. അന്താരാഷ്ട്ര തലത്തിലടക്കമുള്ള ചർച്ചകളൊക്കെ വേണ്ട കാര്യങ്ങൾ കൂടിയാണ്. വിനോദാണ് പുനലൂരിൽ നിന്നും. ശ്രീ വിനോദ്, താങ്കൾക്ക് പറയാം. ഒരു കേബിൾ ഓപ്പറേറ്റർ ആണ്. ഞാൻ ഈ ന്യൂസ് ചാനൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇതിലാണ് ആദ്യം വരുന്നത്. നമ്മൾ ആദ്യം വിചാരിച്ചെന്തറിയോ, ഇതെന്തോ ഒരു ചെറിയ ഇഷ്യൂ ആണ്. പിന്നെ അങ്ങോട്ടാണ് ഇത് വൈഡായിട്ട് അറിഞ്ഞപ്പോഴാണ് ഇത് വേറെ ചാനൽ ഏറ്റെടുത്തത്. അത് കണ്ടപ്പോൾ ആദ്യം വെച്ച് 1-2 പേര് അല്ല എന്തൊക്കെയാണെന്ന് പറഞ്ഞിരുന്നേ. പക്ഷെ ഇത് അങ്ങോട്ട് തുടർന്ന് പോയപ്പോഴേ ഒരു വല്ലാത്തൊരു അവസ്ഥയിലോട്ട് പോയി. സാർ, ഇതിന് ചെയ്യേണ്ടത് എന്തോന്നറിയോ, നമുക്ക് ഇങ്ങനൊരു പ്രയാസം പാകിസ്ഥാനിൽ നിന്നും ഉണ്ടായി, അല്ലെങ്കിൽ അവരുടെ ഭീകര സംഘടന ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള മറുപടി ഈ ഏതോ ഒരു വ്യക്തികൾ പറയുമല്ലോ, പല്ലിന് പല്ല് നഖത്തിന് നഖം തുറന്നല്ലേ, അതുപോലെ ചെയ്യണം എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പാകിസ്ഥാൻ എന്നും നമുക്കൊരു പ്രയാസമായിട്ടൊന്നിരിക്കുക. അതിനകത്ത് തീവ്രവാദ സംഘടനകൾ, അല്ലാതെ അതിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ ജനങ്ങളും അല്ല. അങ്ങനെ സ്വാഭാവികമായിട്ടും ഈ ന്യൂസ് ചാനലില്ലാത്തോടെ ന്യൂസ് 18 ഫസ്റ്റിലെ ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്തപ്പം, ഈ ഒരു വിഷയം ബ്രോഡ്കാസ്റ്റ് ചെയ്തപ്പം ഒരു ചാനലുകാരും അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ലായിരുന്നു. ഇത് ഇഷ്യൂ ആയെന്ന് പറഞ്ഞാൽ അതിന് മൊത്തത്തിൽ പരസ്യം പോലും കൊടുക്കാതെ മാക്സിമം ഇതിനെ വൈഡപ്പ് ചെയ്ത് കൊണ്ടുവന്നപ്പോഴാണ് ഇതിന്റെ സീരിയസ് ബാക്കി ചാനൽ ഏറ്റെടുത്തത്. അതിന് ന്യൂസ് 18 ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുക. ഈ മരണപ്പെട്ടവർക്ക് പ്രത്യേക ആദരാഞ്ജലി. നമ്മൾ ഒരു ദേശീയ നെറ്റ്വർക്കിന്റെ ഭാഗം കൂടിയാണ് ന്യൂസ് 18 കേരള. അതുകൊണ്ട് തന്നെ നമുക്ക് കശ്മീരിലടക്കം നമ്മുടെ ചാനലിന്റെ നെറ്റ്വർക്ക് ഉണ്ട്. നമുക്ക് കൂടുതൽ വിഷ്വൽ കിട്ടുകയും ആദ്യം വാർത്തകൾ അറിയുകയും ഒക്കെ ഇത്തരം കാര്യങ്ങൾ ന്യൂസ് 18 അത്തരം ഒരു എഡ്ജ് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വാർത്തയുടെ പ്രാധാന്യം കൂടി തിരിച്ചറിഞ്ഞാണ് ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ ഉടനെ തന്നെ പൂർണ്ണമായും ആ റിപ്പോർട്ടിങ്ങിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അത്തരമൊരു റിപ്പോർട്ടിങ്ങിലേക്ക് നമ്മൾ മാറുകയും ഒക്കെ ചെയ്തത്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഷാനൂരാണ് കൊല്ലത്ത് നിന്നും. ശ്രീ ഷാനൂർ, താങ്കൾ എങ്ങനെയാണ് ഇന്ത്യയുടെ ഈ നയതന്ത്ര നീക്കത്തെ വിലയിരുത്തുന്നത്? ഇന്ത്യയുടെ നയതന്ത്ര നീക്കത്തെ നല്ല കണക്ക് സ്വാഗതം ചെയ്യുന്നു. ലോകത്ത് അഭിമാനത്തോടുകൂടി ഇന്ത്യക്കാരനെന്ന് പറഞ്ഞ് എവിടെ വേണമെങ്കിലും പോകാം. 2 തീരുമാനമാണ് നമ്മളുടെ ഇന്ത്യ ഗവൺമെന്റ് എടുത്തത്. ഒന്ന്, അവരുടെ നമ്മളുടെ സിന്ധു നദി ജലകരാർ അവസാനിപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഷിംല കരാർ നമ്മൾ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കുകയാണ്.
എപ്പോഴും അത് വയലേറ്റ് ചെയ്യുന്നത് പാകിസ്ഥാൻ തന്നെയാണ്. പക്ഷെ നമ്മളിപ്പോ അവരെ കയറി ഒന്നാമത് തിരിച്ചടിക്കണം. തിരിച്ചടിച്ചില്ലെങ്കിൽ തന്നെയും ലോകത്തിനോട് നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. യുദ്ധമല്ല എല്ലാത്തിന്റെ പരിഹാരം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടിയുള്ള വെള്ളവും ഫുഡും അവരുമായിട്ടുള്ള നയതന്ത്രവും നമ്മൾ അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ ലോകത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് കൊല്ലുക എന്ന് മാത്രമല്ല, അവരെ വെള്ളം കൊടുക്കാതെ നമ്മൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഇന്നലെ തന്നെ സൗദി അറേബ്യയിലെ രാജാവ് പറഞ്ഞായിരുന്നു ഞങ്ങൾ ഇന്ത്യയോടൊപ്പമാണെന്ന്. ഇതിൽ മറ്റൊരു കാര്യമുണ്ട്. സത്യത്തിൽ ചൈന കാണിക്കുന്ന ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. അത് നമ്മൾ ആഗോളതലത്തിൽ സംസാരിക്കുമ്പോൾ ചൈനയ്ക്ക് ഇതിനകത്തൊരു നല്ല ഒരു കൈയുണ്ട്. രണ്ടാമത്തെ കാര്യം, ഒരു സഹപ്രവർത്തകനൂടെ പറഞ്ഞായിരുന്നു എന്തെന്നറിയോ, ഇത് നമ്മളുടെ നാട്ടിൽ പണ്ട് ബ്രിട്ടീഷുകാർ പയറ്റിപ്പോയൊരു സാധനമുണ്ട്. ഹിന്ദുവിനെയും മുസൽമാനെയൊക്കെ തന്നെയാണ്. വളരെ വ്യക്തമാണ് താങ്കളുടെ വാക്കുകൾ. അമൽ അനിരുദ്ധൻ, ശ്രീ അമൽ അനിരുദ്ധൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ വിലയിരുത്തുന്നത്? സാർ, ഈ വിഷയത്തിൽ പറയാനുള്ളത്, നമ്മൾ ഒരുപാട് തവണ നമ്മൾ ക്ഷമിച്ചു. ഇനി നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല. നമ്മുടെ രാജ്യസുരക്ഷ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിക്രമമാണ് നമ്മൾ ഇങ്ങോട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് ഉണ്ടായത്. പക്ഷേ ഒരു ലക്ഷ്യത്തിൽ എല്ലാവരും യോജിക്കുന്നു, ഇന്ത്യ തിരിച്ചടി നൽകണം. പക്ഷേ അത് എങ്ങനെയാണ് തിരിച്ചടി നൽകേണ്ടത് എന്നുള്ളത് അതിശക്തമായ ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രഹരശേഷി കൂടിയ തിരിച്ചടിയാണ് ഈ സിന്ധു നദീജല കരാർ സസ്പെൻഡ് ചെയ്തുള്ള ഇന്ത്യയുടെ നീക്കം എന്നുള്ളത് അങ്ങനെ വിലയിരുത്തിയവരുണ്ട്. പക്ഷേ ഇത് മാത്രം പോരാ, നേരിട്ട് ആക്രമിക്കുക കൂടി വേണം എന്നൊക്കെ പറഞ്ഞവരുണ്ട്. വൈകാരികമായും അല്ലാതെയും ഒക്കെ ആളുകൾ വിഷയത്തെ സമീപിക്കാറുണ്ട്. എല്ലാവരുടെയും വൈകാരിക പ്രകടനത്തെ അതേ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. എന്നാൽ അപൂർവം ചിലരെങ്കിലും അവർക്ക് ഈ സമയത്തും അവരുടെ ഉള്ളിലെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയക്കാരോടോ മതത്തോടോ ഒക്കെയുള്ള വിദ്വേഷവും ഒക്കെ പ്രകടിപ്പിക്കാൻ ശ്രമിക്കേണ്ടി വരുന്നു. അങ്ങനെയൊക്കെ യൂട്യൂബിൻ്റെ കമൻറ്റുകളിലൂടെയും അല്ലാതെയും ഒക്കെ ശ്രമിക്കുന്നവർക്ക് സ്വാഭാവികമായും മറുപടി പറയേണ്ടി വരും. അങ്ങനെയുള്ളവരുടെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഭീഷണിക്ക് മുന്നിലോ അല്ലെങ്കിൽ അവരുടെ വാക്കുകൾക്ക് മുന്നിലോ ഒന്നും മാറേണ്ടവരല്ല ഈ രാജ്യത്തെ ഓരോ ജനതയും. ഈ രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് രാജ്യത്തിന് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കുകയാണ് വേണ്ടത്. അത്തരം മറികടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ രാജ്യം നിൽക്കുന്നത് എന്നതുകൂടി ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.